സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം വളരെ പുതുമയുള്ള ഒരു വിഷയമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ വിഷയവുമായിട്ട് നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആണ്, പക്ഷേ ഈ വിഷയത്തിൻ്റെ ടൈറ്റിൽ മനസ്സിലാക്കി അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് വളരെ കുറവാണെന്ന് മാത്രം. പക്ഷേ ഈ വിഷയം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് നമ്മളുടെ സത്യത്തിൽ നമ്മുടെ ജീവൻ്റെ ഏറ്റവും വലിയ പവറും. ബയോഫീലിയ, ഏകദേശം ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നമുക്ക് മനസ്സിലാകാം. രണ്ട് വാക്കുകളുണ്ട് അതിൻ്റെ അകത്ത്, ബയോയും ഫീലിയയും. ഫീലിയ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേച്ചറാണ്. അപ്പം പ്രകൃതി സ്നേഹം എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കി പറയാം, അല്ലേ? പ്രകൃതിയോടൊത്ത് ജീവിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കാം, എങ്ങനെ പൂർണ്ണമായും പ്രകൃതിയുടെ ആ താളത്തിലേക്ക് മടങ്ങാം? വളരെ മനോഹരമായി നമ്മളോട് സംസാരിക്കുന്നത് അമന ടീച്ചറാണ്. അമന ടീച്ചറിനെ സംബന്ധിച്ചോളം വയനാട് എന്ന് പറയുമ്പോൾ അതെനിക്ക് തോന്നുന്നു ബയോഫീലിയയുടെ ഒരു വലിയ കേന്ദ്രം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാനുണ്ടാകും. ഒരു ടീച്ചറാണ്, സർട്ടിഫൈഡ് പാരൻറ്റിങ് കോച്ചാണ്, അതുപോലെ തന്നെ ഒരു മെൻറ്ററാണ്. അങ്ങനെ പല തലങ്ങളിൽ മുന്നോട്ട് പോകുന്നു. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം അമന ടീച്ചറിനെയും. അമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ആദ്യം തന്നെ സാറിനൊരു നന്ദി പറയുന്നു. ഇങ്ങനെ ഓരോ ചില സബ്ജക്റ്റുകൾ ഇങ്ങനെ മനസ്സിൽ തട്ടിക്കഴിയുമ്പോൾ അതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ തോന്നുന്നു. അത് വല്ലാത്തൊരു പാഷനായി മാറിയിട്ടുണ്ട്. അതൊന്ന് ആരോടെങ്കിലും ഒക്കെ പറഞ്ഞില്ലെങ്കിൽ അതവിടെ തുരുമ്പ് പിടിച്ച് കിടക്കിയത്. അപ്പം ഇങ്ങനെ ഒരു അവസരം തരുന്നതിന് സാറിന് ഒരുപാട് നന്ദി. ഒരു സബ്ജക്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ വല്ലാതെ ഞാൻ കിടന്നങ്ങ് മെനക്കെടുവും. അത് പിന്നെ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കാൻ പറ്റുന്നുള്ളൂ. ഇച്ചിരി കൂടിപ്പോകുന്നുണ്ട് സംഗതി. കാരണം ഞാൻ ഇന്നും സാറിനോട് ഞാൻ പറയാൻ കുറേ ദിവസമായി. ഇന്നും ഞാൻ ഒരു സ്ലൈഡും കൂടെ, 1-2 സ്ലൈഡ് ആഡ് ചെയ്തു. അത് വേഗം പറയുവാണെങ്കിൽ ഇത് കുറച്ച് കുറഞ്ഞിരിക്കും. ഷെയർ ചെയ്യട്ടെ സർ? ചെയ്തോളൂ, ചെയ്തോളൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. പിന്നെ കേൾക്കാനും ആൾ വേണം. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം. ഇതെൻ്റെ തിണ്ണയിലുണ്ടായ കുരുവി മുട്ടയാട്ടോ. അത് ചെടിക്കകത്ത് വന്ന് കൂടുണ്ടാക്കി കഴിഞ്ഞ് മുട്ടയിട്ടപ്പോഴാണ് കണ്ടത്. അപ്പം വെള്ളം നനയുമല്ലോ എന്നോർത്ത് അതിൽ നിന്ന് എടുത്ത് വേറൊരു ഉണങ്ങിയ പാത്രത്തിലോട്ട് വെച്ച് അവിടെ തന്നെ തൂക്കി കൊടുത്തു. വരികയല്ലെന്നാ ഞാൻ ഓർത്തെ. അങ്ങനെ 1-2 തവണ വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പോയി. അപ്പം ഞാൻ തന്നെ എടുത്തു വെച്ചത്. രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ വന്നു. അപ്പം പുള്ളിക്കാരൻ അത് എന്നോട് പറയാതെ തന്നെ എടുത്തു വെച്ചു. അവർ പിന്നെ വന്നില്ല. ആ മുട്ട പോയി. ഞാൻ എടുത്തു വെച്ചപ്പോൾ വന്നു. 2 പ്രാവശ്യം വന്നു. അതിൻ്റെ അകത്ത് എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. പതിവ് പോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും താങ്ക്സ് പറയുന്നു. അവര് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ എപ്പോഴായാലും നമ്മൾ എത്രത്തോളം എത്തിയെന്ന് പറഞ്ഞാലും അവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് തെളിവുകളോടുകൂടി വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ബയോഫീലിയ എന്നുള്ളതാണ് വിഷയം. സാറ് പറഞ്ഞു. ബയോ എന്ന് ഗ്രീക്ക് വേർഡാണ്. ബയോ എന്ന് പറയുമ്പം ലൈഫ്, ഫീലിയ ലവ്. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ആത്മബന്ധമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അവർ ബോണ്ട് വിത്ത് നാച്ചർ. നമുക്കൊരു നാച്ചുറുമായിട്ട് നമുക്കൊരു ബോണ്ടുണ്ട്. അതാണ് ഈ ബയോഫീലിയ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ടേമിന്റെ ഒറിജിൻ തുടങ്ങി വെച്ചത് എറിച്ച് ഫ്രം എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങേര് ഇൻ ദ 1960s ടു ഡിസ്ക്രൈബ് എ psychological orientation of being attracted to all that is alive and vital. ജീവനുള്ള എല്ലാത്തിനോടും നമ്മൾ അട്രാക്റ്റഡ് ആയിരിക്കണം. അട്രാക്റ്റഡ് ആണ്. നമ്മളല്ല എന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ അല്ല എന്ന് ഒരു അഭിനയമൊക്കെ നടത്തിയായിരുന്നു നമ്മൾ.
ഒരു ജർമ്മൻ അമേരിക്കൻ മനോരോഗ വിദഗ്ധനാണ്. 1964 ജീവിതത്തോടും ജീവനുള്ള എല്ലാത്തിനോടുമുള്ള തീവ്രമായ സ്നേഹം നമുക്കുണ്ട്. നമ്മൾ ജീവനെ സ്നേഹിക്കുന്നു. ഇതൊന്ന് വായിക്കാവോ സാറേ? Greed is a bottomless pit which sows the person in an endless effort to satisfy the need without ever reaching satisfaction. He describes it as the passionate love of life and of all that is alive. സ്ലൈഡ് എൻ്റെ ഇതിൽ നിന്ന് പോയല്ലോ. നമുക്കൂടെ കാണാം. എനിക്ക് കാണത്തില്ല. ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ സാർ. ഇപ്പൊ കാണാം. ഓക്കെ. റീച്ചിങ് സാറ്റിസ്ഫാക്ഷൻ സാർ അത് വായിച്ചല്ലോ അല്ലേ? ഈ ഗ്രീഡിന് ഞാനിവിടെ പറയാൻ പോകുന്ന വാക്ക് മലയാളത്തിൽ ലാഭലോലുപത്വം എന്നാണ്. ഒരിക്കലും നിറയാത്ത, അടിത്തട്ടില്ലാത്ത ഒരു കിണർ പോലെയാണ് ഈ ആർത്തി എന്നാണ് നമ്മൾ സാധാരണ കൊളോക്കിയലി പറയാറ്. അതിൽ വീണവർ തന്റെ ആവശ്യം നിറവേറ്റുവാൻ അനന്തമായ പരിശ്രമം നടത്തുമ്പോഴും ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല എന്നാണ് റിച്ച് ഫ്രം പറയുന്നത്. നമുക്ക് ആ ഒരു ഗ്രീഡ് വന്നു കഴിഞ്ഞാൽ, പിന്നെ ആ ഗ്രീഡ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എത്രയായാലും മതിയാകിയല്ല. അതൊരു അടിത്തട്ടില്ലാത്ത കിണർ പോലെയാണ്. ഹി ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് ദ പാഷനേറ്റ് ലവ് ഓഫ് ലൈഫ് ആൻഡ് ഓഫ് ഓൾ ദാറ്റ് ഈസ് അലൈവ്. ഈ ബയോഫീലിയ ആണ് അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഈ ബയോഫീലിയ. അദ്ദേഹമാണ് ഈ ഇതിലേക്ക് എത്തിയത് ആദ്യം. കാരണം അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. നെക്രോഫീലിയ ഈസ് എ റെയർ psychopathological paraphilia characterized by a sexual attraction to corpses, a love of death, or a passionate attraction to the dead and decay. ഇങ്ങനെ ഒരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട്. വിത്തൗട്ട് ബയോഫീലിയ people might turn toward necrophilia, love of death and destruction, which he described in his book The Anatomy of Human Destructiveness. 1973 അദ്ദേഹം എഴുതിയ ബുക്കാണ് ദ അനാട്ടമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ്. അതിൽ അദ്ദേഹം ഈ നെക്ട്രോഫീലിയനെ പറ്റി പറയുന്നുണ്ട്. ഫ്രം കോൺട്രാസ്റ്റഡ് ഇറ്റ് വിത്ത് എ നെക്ട്രോഫീലിയ character, he described the necrophiliac orientation as a passion for all that is dead, decaying or mechanical, an unhealthy desire to transform the living into the unalive or to destroy for the sake of destruction. ഒരു ഡിസ്ട്രക്ഷന്റെ മൂഡ് നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. ബയോഫീലിയ ഇല്ലാതെ മനുഷ്യർ നെക്രോഫീലിയയിലേക്കാണ് മരണത്തോടും നാശത്തോടുമുള്ള സ്നേഹം വഴിമാറാൻ സാധ്യത. ഇതിനെക്കുറിച്ച് എറിക് ഫ്രം തൻ്റെ ദ അനാട്ടമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ് 1973 എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നതിനെ ജീവിച്ചിരിപ്പില്ലാത്തതാക്കി മാറ്റാനുള്ള, അല്ലെങ്കിൽ വെറും നാശത്തിനായുള്ള നശിപ്പിക്കൽ വഴി സുഖം കണ്ടെത്താനുള്ള അനാരോഗ്യകരമായ ആഗ്രഹം എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. നമുക്ക് ഒന്നുകിൽ ജീവനോട് സ്നേഹം ഉണ്ടാകണം, അതില്ലാതെ വരുമ്പോഴുണ്ടാകുന്നതാണ് ഈ നെക്ട്രോഫീലിയ. നെക്ട്രോഫീലിയ വളരെ അപൂർവമായ ഒരു മനോരോഗപരമായ ലൈംഗിക വ്യതിചലനം, പാരഫീലിയ ആണ്. ഇത് ശവങ്ങളോടുള്ള ലൈംഗിക ആകർഷണം അല്ലെങ്കിൽ മരണത്തോടുള്ള, ചീഞ്ഞുപോകലിനോടുള്ള, മരിച്ചവയോടുള്ള അതിയായ ആസക്തി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഫ്രം ബയോഫീലിയ വേഴ്സസ് മെറ്റീരിയലിസം. നമ്മുടെ ഈ മെറ്റീരിയലിസത്തിലാണ് ഈ ബയോഫീലിയ ഇല്ലാതെയായി പോകുന്നത്. ബയോഫീലിയ ഇല്ലെങ്കിൽ മനുഷ്യർ നെക്ട്രോഫീലിയയിലേക്കാണ് വഴിമാറുന്നത്. അധികമായി he worried that excessive focus on money, machines and materialism made people lose touch with life. അധികമായി പണം, യന്ത്രങ്ങൾ, ഭൗതിക വസ്തുക്കൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനുഷ്യരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നുവെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. അങ്ങനെ ഒരു കാലഘട്ടമാണ് നമ്മൾ ഏകദേശം ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻസൈഡ് എവരിവൺ there is a murderer. This means that human beings carry within themselves a destructive tendency, necrophilia. ഉദാഹരണത്തിന്
നമുക്കൊക്കെ ഒരു കൊതുകിനെ കൊന്നു കഴിയുമ്പോൾ നമുക്കൊരു ആഹ്ലാദം, ഒരു ഇഷ്ടം വരുന്നു, ഭയങ്കര ഒരു താല്പര്യം അതിലേക്ക് വരുന്നുണ്ട്. ഒരു ഇൻസൈഡ് എവരി വൺ ദർ ഈസ് എ മർഡറർ. നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മളെ ഉപദ്രവിക്കുന്നവരെ, എന്ന ജീവികളെ കൊല്ലുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം എല്ലാ മനുഷ്യരുടെ ഉള്ളിലുമുണ്ട്. അതാണ് ഒരു മർഡററായിട്ട് മാറുന്നത്. അത് അവരുടെ ഉള്ളിൽ അത് ഉള്ളത്. ബയോഫീലിയ ഈസ് ദ ഓപ്പോസിറ്റ് ഫോഴ്സ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ബയോഫീലിയ. ഇറ്റ് നർച്ചേഴ്സ് ലവ്, ലൈഫ് ആൻഡ് ഗ്രോത്ത്, ഹെൽപ്പിംഗ് അസ് ഓവർകം ദാറ്റ് ഇന്നർ ഡിസ്ട്രക്റ്റീവ് സൈഡ്. നമുക്ക് ആ ഇന്നർ ഡിസ്ട്രക്റ്റീവ് സൈഡ് ഓവർകം ചെയ്യാനുള്ള മാർഗമാണ് ഈ ബയോഫീലിയ എന്നാണ് ഫ്രം പറഞ്ഞത്. ഈ തത്വം, ഇത് പിന്നെ ബയോഫീലിയ, ഇഒ വിൽസൺ റെവലേഷൻ ഓൺ അവർ ഡീപ്പ് റൂട്ടഡ് കണക്ഷൻ ടു നാച്ചർ. ഇഒ വിൽസൺ ആണ്, ഒരു ഹാർവാർഡ് ബയോളജിസ്റ്റ് ആണ്, ഫാദർ ഓഫ് സോഷ്യോ ബയോളജി, സാമൂഹ്യ ജീവശാസ്ത്രത്തിന്റെ പിതാവാണ്. അദ്ദേഹമാണ് ഇത് എല്ലാ സ്ഥലത്തും എത്തിച്ചതും ഇതിനു വേണ്ടി ഒരുപാടധികം പ്രവർത്തിച്ചതും. ബയോഫിലിയ മീൻസ് ദ ലവ് ഫോർ ലൈഫ് ആൻഡ് നാച്ചർ, പോപ്പുലറൈസ്ഡ് ബൈ എഡ്വേർഡ് ഒ വിൽസൺ, എ ഹാർവാർഡ് ബയോളജിസ്റ്റ്, ഇൻ ഹിസ് 1984 book Biophilia. Wilson argued that this connection is rooted in our evolutionary history. നമ്മൾ പണ്ട് പരിണാമവുമായി ബന്ധമുണ്ട് ഈ നാച്ചുറൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. വേട്ടയാടലും ശേഖരിക്കലും ചെയ്യുന്ന കാലഘട്ടത്തിലെ നമ്മുടെ നീണ്ട ചരിത്രത്തിന്റെ ഫലമാണ് പ്രകൃതിയോടുള്ള നമ്മുടെ സ്നേഹം. പ്രകൃതിയെ മനസ്സിലാക്കാനും ബന്ധപ്പെടാനുമുള്ള നമ്മുടെ കഴിവാണ് അതിജീവനത്തെ നിർണയിച്ചിരുന്നത്. ദിസ് ബോണ്ട്, പ്രകൃതിയോടുള്ള ഈ ബോണ്ട്, ഹെൽപ്ഡ് ഹ്യൂമൻസ് സർവൈവ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഷേപ്സ് അവർ ഹെൽത്ത് ആൻഡ് ബിഹേവിയർ ടുഡേ. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവും നമ്മുടെ സ്വഭാവവും ഒക്കെ ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിനനുസരിച്ചാണ് ഉള്ളത്. ബയോഫീലിയ, നാച്ചർ ഇൻ ബാലൻസ്. Biophilia, if it exists, and I believe it exists, is the innately emotional affiliation of human beings to other living organisms. Biophilia, ജൈവസ്നേഹം, അത് നിലവിലുണ്ടെങ്കിൽ, എന്നും അത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു ജീവികളോടുള്ള മനുഷ്യരുടെ സ്വാഭാവികമായ മാനസിക ബന്ധമാണത്. ഇഒ വിൽസൺ പറഞ്ഞതാണ്. മറ്റു ജീവികളോടും പ്രകൃതിയോടും, മറ്റു ജീവികൾ പ്രകൃതി തന്നെയാണ്, നമുക്ക് ഒരു സ്വാഭാവികമായ മാനസിക ബന്ധമുണ്ട്. അതാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. Biophilia is the hypothesis that humans have an evolutionary and genetic affinity for the natural world. It suggests that our well-being is intrinsically linked to our connection with nature. ബയോഫീലിയ എന്നത് മനുഷ്യർക്ക് പ്രകൃതിയോടും ജീവലോകത്തോടും ഒരു പരിണാമപരവും ജനിതകപരവുമായ ബന്ധമുണ്ട് എന്ന സിദ്ധാന്തമാണ്. നമ്മുടെ ക്ഷേമം പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഇത് പറയുന്നു. ഞാൻ ഇവര് രണ്ടുപേരും പറഞ്ഞത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇവരുടെയൊക്കെ കാലഘട്ടം 1960 ശേഷമാണ്. ഗാന്ധിജി ബിലീവ്ഡ് ഇൻ സർവോദയ, welfare of all, and said, to forget how to dig the earth and to tend the soil is to forget ourselves. നമ്മൾ ഭൂമിയെ കുഴിച്ചും കൃഷി ചെയ്തും പരിപാലിക്കുന്നത് മറക്കുന്നവൻ തൻ്റെ തന്നെ സത്യം മറക്കുന്നു എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഭൂമിയെ കുഴിച്ചും പരിപാലിച്ചും കൃഷി ചെയ്ത് പരിചരിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ അത് മറക്കുന്നവൻ തൻ്റെ തന്നെ സത്യം മറക്കുന്നു. അതുപോലെ ഗാന്ധിജി പറഞ്ഞു, എർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവരി മാൻസ് നീഡ്സ്, ബട്ട് നോട്ട് എവരി മാൻസ് ഗ്രീഡ്. ഇത് തന്നെയാണ് ആദ്യം ഞാൻ പറഞ്ഞ, ആ ഭൂമിയിൽ ഓരോ മനുഷ്യനും ആവശ്യങ്ങൾക്ക് മതിയാവുന്നത്ര റിസോഴ്സ് ഉണ്ട്. ഇത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കോട്ടാണ്. ഇത് ഗാന്ധിജി എപ്പോഴും പറഞ്ഞതാണ്.
ഇവരൊക്കെ ഇത് പറയുന്നതിന് 100 കൊല്ലത്തിന് മുമ്പേ പറഞ്ഞതാണ്. ഇത് അത് എനിക്ക് നോട്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. നമ്മുടെ ആർത്തി അല്ലെങ്കിൽ ലാഭലോലുപത്വം കൂടുമ്പോൾ അത് മുഴുവൻ തരാനുള്ള കഴിവ് ഭൂമിക്കില്ല. കീ ആസ്പെക്ട്സ് ഓഫ് ബയോഫീലിയ, ഒരു ജീവൻ സ്നേഹത്തിന്റെ പ്രധാന വശങ്ങൾ. സൈക്കോളജിക്കല്, exposure to nature can reduce stress, improve mood and enhance creativity and cognitive function. നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും, മനോഭാവം മെച്ചപ്പെടും, സൃഷ്ടിപരമായ ചിന്ത, ബൗദ്ധിക ശക്തി, ഇതിനൊക്കെ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആക്കി തരുന്നതാണ് ഈ ബയോഫീലിയ. ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ. ബയോഫിലിക് ഡിസൈൻ incorporates natural elements like light, water, plants and organic forms into buildings and urban planning to promote well-being. നമ്മുടെ ശില്പകല or ഡിസൈൻ പ്രകൃതിദത്ത ഘടകങ്ങൾ. നമ്മൾ പിന്നെ ഒരു കാലഘട്ടത്തിൽ വീടുണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ വലിയ ജനലൊന്നും വെക്കാതെ ഇരുട്ടുമുറികൾ ഉണ്ടാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും നല്ലോണം ജനലൊക്കെ വെച്ച് സൂര്യപ്രകാശം അല്ലെങ്കിൽ പ്രകൃതിയുടെ വെളിച്ചം തന്നെ അകത്ത് വരാൻ പാകത്തിന് വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വീട്ടിന്റെ ഉള്ളിൽ സസ്യങ്ങൾ ഉണ്ടാവണം, അല്ലെ ചുറ്റുവട്ടത്തും സസ്യങ്ങൾ ഉണ്ടാവണം. പിന്നെ ഈ നഗര പദ്ധതികളിലും എല്ലാ ഈ ബയോഫിലിക് ആർക്കിടെക്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിത സുഖം വർദ്ധിക്കും. ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. സ്റ്റഡീസ് ഷോ ദാറ്റ് ടൈം ഇൻ നാച്ചർ can reduce blood pressure, improve immune function and support mental health. നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കും. രാവിലെ എണീച്ച് പ്രകൃതിയിൽ നടക്കാൻ പോകുന്നുണ്ടല്ലോ ആൾക്കാർ. ഇംപ്രൂവ് ഇമ്മ്യൂൺ ഫങ്ഷൻ ആൻഡ് സപ്പോർട്ട് മെന്റൽ ഹെൽത്ത്. എൻവയോൺമെന്റൽ എത്തിക്സ്. ബയോഫീലിയ underpins many arguments for conservation, sustainability and stewardship of nature. നമ്മുടെ സുസ്ഥിരത, പരിസ്ഥിതി സംരക്ഷണ ചുമതലകൾ, പരിസ്ഥിതി നൈതികത, പ്രകൃതി സംരക്ഷണം, ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യം കൂട്ടുകയും നമുക്ക് സുസ്ഥിരമായ ഒരു ആരോഗ്യം മനസ്സ് ഉണ്ടാക്കി തരികയും ചെയ്യും. അപ്ലൈയിങ് ബയോഫീലിയ ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഈ ബയോഫീലിയ കൊണ്ടുവരേണ്ടത്? Excuse me. Bring plants into our home and office. നമ്മുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ചെടികളെ കൊണ്ടുവരിക. Spend time outdoors even if it is just a short walk in a park. പുറത്ത് സമയം ചെലവാക്കുക ഔട്ട്ഡോറിൽ. ഒരു പാർക്കിൽ ഒരു കുറച്ച് സമയം നടന്നിട്ടാണെങ്കിലും ഒരു ദിവസം ചെടിയുമായിട്ടുള്ള സമ്പർക്കം, പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിരിക്കണം. ഇൻകോർപ്പറേറ്റ് നാച്ചുറൽ മെറ്റീരിയൽസ്, വുഡ്, സ്റ്റോൺ ഇൻടു യുവർ ലിവിങ് സ്പേസസ്. മുഴുവൻ സിമെന്റ് ആക്കാതെ കല്ലും മരവും ഒക്കെ ഉപയോഗിച്ച് വീടുകൾ പണിയാം. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മരങ്ങളും കല്ലുകളും കൊണ്ടുള്ളതാവുക. ലിസൺ ടു ദ സൗണ്ട്സ് ഓഫ് നാച്ചർ ഓർ വാച്ച് ഡോക്യുമെന്ററീസ് അബൌട്ട് വൈൽഡ് ലൈഫ്. നമ്മൾ പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേൾക്കുക, ഡോക്യുമെന്ററികൾ വൈൽഡ് ലൈഫിനെ പറ്റിയുള്ളത് കാണുക. ബ്രിങ് പ്ലാന്റ്സ് ഇൻ ടു യുവർ ഹോം ആൻഡ് ഓഫീസ്. ഞാൻ 2 മോഡൽ വെച്ചതാണ് വീടിൻ്റെ ഉള്ളിൽ പ്ലാന്റ്സിനെ എങ്ങനെ കൊണ്ടുവരാമെന്ന്. ഫോർ വർക്ക് പ്ലേസസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ജോലി ചെയ്യുന്ന ഇപ്പം IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ ടെൻഷനോടുകൂടി ഓവർ ടൈം വർക്ക് ചെയ്തിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. ബൂസ്റ്റ് എംപ്ലോയി മൊറൈൽ ആൻഡ് ക്രിയേറ്റിവിറ്റി. അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു, അവരുടെ
മാനസികാവസ്ഥ നല്ലതാക്കുന്നു. റെഡ്യൂസസ് ഫാറ്റിഗ് ആൻഡ് അബ്സെൻറ്റീസം. മൊണോട്ടണസ് ആകാതിരിക്കും ജോലി ചെയ്യുമ്പോൾ. അവർക്ക് തളർച്ച കുറയും, ആബ്സെന്റ് ആകാനുള്ള താല്പര്യം കുറയും. ഒരു ചെടി സംരക്ഷണം അവിടെയും ഉണ്ടായിരിക്കണം. എൻഹാൻസസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഫോക്കസ്. അപ്പൊ കുറച്ചും കൂടി ജോലിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും കോൺസെൻട്രേഷനും ഉണ്ടാവും. ബയോഫീലിയ, അവർ ബോണ്ട് വിത്ത് നാച്ചർ. ബയോഫീലിയ മീൻസ് ദ ലവ് ഫോർ ലൈഫ് ആൻഡ് നാച്ചർ. ഒരു ഹോസ്പിറ്റല് കുറച്ച് പഠനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജനലിന്റെ അടുത്ത്, രോഗിയുടെ റൂമിന്റെ ജനലിന്റെ അവിടെ പ്രകൃതിയിലേക്ക് നോക്കാനുള്ള സൗകര്യം കൊടുത്തപ്പോൾ പെട്ടെന്ന് വിചാരിച്ചതിനേക്കാളും വേഗം രോഗം മാറി എന്നുള്ള ഒരു അനുഭവം ഉണ്ടായി. പല സ്ഥലത്തും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിസിയോളജിക്കൽ ബെനിഫിറ്റ്സ്: ഫാസ്റ്റർ റിക്കവറി ഫ്രം ഇൽനസ്. ഹോസ്പിറ്റൽ പേഷ്യൻസ് വിത്ത് എ വ്യൂ ഓഫ് നാച്ചർ ഓഫൺ റിക്കവർ ക്വിക്കർ ആൻഡ് നീഡ് ലെസ് പെയിൻ മെഡിക്കേഷൻ. മരുന്നില്ലാതെ തന്നെ വേദന കുറയുകയും പെട്ടെന്ന് റിക്കവർ ആവുകയും ചെയ്യുന്നുണ്ട്. ഫോർ അർബൻ പ്ലാനിങ് ആൻഡ് പബ്ലിക് സ്പേസസ്. അർബൻ പ്ലാനിങ്ങിന് ഇത് വളരെ നല്ലതാണ്. ഇങ്ങനെ നമ്മൾ വെറും കോൺക്രീറ്റ് കുറെ പ്ലാസ്റ്റിക് മാത്രം കാണാതെ അവിടെ ഇവിടെയൊക്കെ സ്ഥലങ്ങൾ ഇട്ടിട്ട് റോഡിലേക്ക് ഇറക്കി ബിൽഡിംഗ് ഉണ്ടാക്കും. അതിനു പകരം റോഡിൽ നിന്ന് കുറച്ച് പുറകോട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുകയും ഇതുപോലെ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം. അങ്ങനെയാണ് ടൗണുകൾ ഉണ്ടാവേണ്ടത്. മേക്ക് സിറ്റീസ് മോർ ലിവബിൾ ആൻഡ് കാമിങ്. റെഡ്യൂസസ് നോയ്സ് പൊല്യൂഷൻ ആൻഡ് ഹീറ്റ് ഐലൻഡ്സ്. നമുക്കിപ്പോൾ ഒരു ആളോടൊന്ന് സംസാരിക്കണം, നമ്മൾ തണൽ തപ്പി ഓടുവാണ്. നട്ടുച്ചയ്ക്കൊക്കെ ഒന്ന് റോഡിലായിപ്പോയാൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു കടയുടെ മുമ്പിലായിപ്പോയാൽ നമുക്കൊരു തണൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ് ആണെങ്കിൽ മനുഷ്യർക്ക് നല്ല ഒരു റിലാക്സേഷൻ ഉണ്ടാവും. എൻകറേജസ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. ഇപ്പൊ നമുക്ക് ഒരാളെ കണ്ടാൽ മിണ്ടണമെങ്കിൽ, അയ്യോ വെയിലാ, ഞാൻ ഓടുക, ഞാൻ പോകുക എന്ന് പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു മരത്തിന്റെ ചുവട്ടിലേക്ക് മാറി നിന്ന് സംസാരിക്കാനുള്ള സൗകര്യം ഇതുപോലെയുള്ള സ്ഥലത്ത് ഉണ്ടാവും. പിന്നെ ഈ നടക്കാനുള്ള സൗകര്യം. ഞാനന്ന് ജർമ്മനിയിലൊക്കെ പോയപ്പോൾ കണ്ടായിരുന്നു, നടക്കാനുള്ള റോഡിൽ വണ്ടി ഓടാറില്ല. ആളുകൾ നടക്കാൻ ഉപയോഗിക്കുന്ന റോഡുകൾ വേറെ തന്നെയാണ്, അവിടെ വണ്ടി ഓടാറില്ല. പക്ഷെ ഇന്ത്യക്കാര് അവിടെ എല്ലാം ചെന്ന് അതിൻ്റെ ഇടയിൽ കൂടി ബൈക്കൊക്കെ ഓടിക്കുന്നുണ്ട്. അത് ഇന്ത്യക്കാരാണ് ചെയ്യുന്നത്. ചെയ്യരുതെന്ന് പറയുന്നിടത്ത് ചെയ്യാനുള്ള ഒരു പ്രവണത. എൻ്റെ കിളി വിരിഞ്ഞതാണ്, മുട്ട വിരിഞ്ഞതാണ്, തിണ്ണയിലായിരുന്നു. ഇൻ സിറ്റീസ് ട്രീ ലൈൻഡ് സ്ട്രീറ്റ്സ് മേക്ക് പീപ്പിൾ വാക്ക് മോർ, ടോക്ക് മോർ ആൻഡ് സ്മൈൽ മോർ. അപ്പം ഒത്തിരി റിലാക്സ്ഡ് ആവും. ഇപ്പൊ നമ്മുടെ ഈ നാട്ടില് റോഡിൽ കൂടെ അല്ലെങ്കിൽ നടന്നു പോകാനുള്ള ഒരു പ്രത്യേക സ്ഥലമില്ല. നടക്കാൻ പോയ ഒരു വണ്ടി ഇടിച്ച ചരിത്രം ഇഷ്ടം പോലെയുണ്ട്. പിന്നെ വെളുപ്പിനെയൊക്കെ ആളുകൾ ഉറക്കം തൂങ്ങി വണ്ടിയും കൊണ്ട് വരുമ്പോൾ നടക്കാൻ പോകുന്നത് സേഫ് അല്ല. പിന്നെ പട്ടികളുടെ ശല്യം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്, അതൊക്കെ പരിഹരിക്കേണ്ടതാണ്. ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ്. ഈ ചിത്രം നടക്കാവ് സ്കൂളിന്റെ പുറകുവശത്തുനിന്ന് ഞാൻ എടുത്തതാണ്. കോഴിക്കോടുള്ള നടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെ സ്കൂളിന്റെ അവിടെ ഒത്തിരി ചെടികൾ നട്ടുപിടിപ്പിച്ച് ഈ പറയുന്ന പോലെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്കൂളിന്റെ കോമ്പൗണ്ട്. ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറി. കുട്ടികൾ ഇങ്ങനെ വെറും കോൺക്രീറ്റും പിന്നെ മണ്ണും മാത്രമുള്ള സ്ഥലത്ത് ജീവിക്കുന്നതിനെക്കാട്ടിലും ചെടികളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഒത്തിരി കോൺസെൻട്രേഷൻ കൂടാനും റിലാക്സ്ഡ് ആകാനും കുറച്ച് കുരുത്തക്കേട് കുറയാനും ഒത്തിരി സാധ്യത എനിക്ക് തോന്നി. ഇൻക്രീസസ് മോട്ടിവേഷൻ ആൻഡ് അറ്റൻഷൻ സ്പാൻ. മോട്ടിവേഷൻ ഉണ്ടാവും. ഒരു ചെടി, ഇന്നലെ ഞാൻ ഒരു കുട്ടി കണ്ടുവച്ച ഒരു മുട്ട ഇന്ന് ഒരു പൂവായി മാറുന്നതും ഒക്കെ കാണാമല്ലോ. റെഡ്യൂസസ് ബിഹേവിയറൽ ഇഷ്യൂസ് ഇൻ ചിൽഡ്രൻ. ഇപ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. എൻഹാൻസസ് ക്രിയേറ്റിവിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്. കുട്ടികൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനും ക്രിയേറ്റിവിറ്റി വർദ്ധിക്കാനും ഒക്കെയുള്ള സാധ്യത ഇങ്ങനെ ഉണ്ട്. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ ആ സ്കൂളിന് കുറച്ച് കോമ്പൗണ്ട് ഉണ്ടായിരുന്നു. അത് പണ്ടേ ഉള്ള തെങ്ങൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുറച്ച് തെങ്ങുകളൊക്കെ ഒരു സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോ ക്ലാസ്സുകാർക്ക് ഓരോ തെങ്ങ് കൊടുത്തു. നിങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ ദിവസവും ഒരു ചോറ്റുപാത്രത്തിലെ വെള്ളം ഓരോരുത്തർ കൊണ്ട് ഒഴിച്ചാൽ മതിയല്ലോ. ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു തെങ്ങ് കിട്ടിയ വരുന്ന വഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചപ്പൊക്കെ ഒടിച്ചുകൊണ്ട് ഇടുവോ, റോഡ് സൈഡിലുള്ളത്, അങ്ങനെ കുറച്ച് ഡ്യൂട്ടി കൊടുത്തു. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ തെങ്ങ് ക്ലാസ്സിന്റെ പേരെഴുതി വെച്ചു ഓരോ തെങ്ങയിലും.
എനിക്ക് അങ്ങനെ കുട്ടികളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അവർക്ക് വന്ന മാറ്റവും അവർക്ക് വന്ന സന്തോഷവും ഞാൻ വിചാരിച്ചതിൽ അപ്പുറത്തായിരുന്നു. ഇതൊരു ക്ലാസ് റൂമാണ്. ചിൽഡ്രൻ സ്റ്റഡിയിങ് ഹാപ്പിലി എമംഗ് ഇൻഡോർ പ്ലാന്റ്സ്. A school added plants in classrooms. The children became calmer and scored better in exams. എക്സാമിന് മാർക്ക് കൂടുതൽ കിട്ടി, കുട്ടികൾ നല്ല സൗമ്യതയുള്ളവരായി. അത് ഒത്തിരി നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില പീരീഡിൽ ക്ലാസ്സിൽ ആളുണ്ടാവില്ല. ഇവിടുത്തെ കാര്യമാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്ലാസ് ടീച്ചർക്ക് പറയാം, ക്ലാസ്സിൽ സാറന്മാരാരെങ്കിലും പഠിപ്പിക്കാൻ വന്നില്ലെങ്കിൽ ലീഡറോട് പോയി അന്വേഷിക്കാൻ പറയുക. സാറ് ലീവാണെങ്കിൽ അവരന്നേരം ഫ്രീ ആയിരിക്കും. അപ്പം ഡ്യൂട്ടി കൊടുത്താൽ മതി. ഓരോ അര ഗ്ലാസ് വെള്ളം വീതം ഈ ചെടിക്ക് കൊണ്ടുവന്ന് ഒഴിക്കാനോ, അല്ലെങ്കിൽ ചെടിയുടെ മേലെയുള്ള പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളയാനോ, എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടി കൊടുക്കാം പിള്ളേർക്ക്. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഈ ഇരിക്കുന്ന ചെടികളൊക്കെ ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു ഓരോരുത്തർക്കായിട്ട് കൊടുക്കാൻ പറ്റും. ചൈൽഡ് വാട്ടറിങ് എ പ്ലാന്റ്. ഒരു കുട്ടി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ഇപ്പോഴങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കുട്ടികളെയൊക്കെ നമ്മൾ അനക്കാതെ വെക്കുവാണല്ലോ. അപ്പം ഞാൻ എൻ്റെ മോൻ ചെറുതായിരുന്നപ്പോൾ പുള്ളിക്കാരനിലൂടെ എന്തെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര വലിയ 100% കൃഷിക്കാരനാണ്. അപ്പം എന്തെങ്കിലും പണിയെടുക്കാൻ അങ്ങോട്ട് ചെന്നാൽ അവനെ ഓടിച്ചു വിടും. ഇവനെ കൊണ്ട് ശല്യമാണ് എന്നാണ് പറയുക. ഈ വഴിക്കൊന്നും ചിന്തിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അതേസമയം ആ കുട്ടി ഈ ജോലി ചെയ്യുവാണെങ്കിൽ this simple act, watering a plant, connects us to nature. It teaches care, growth, and our role in nurturing life. കുട്ടിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. സാറേ ഓർക്കുന്നുണ്ടോ ഉലയനാഥൻ സാറേ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ചെടി നട്ടേച്ചത് വളരുന്ന കാണാത്തപ്പം പറിച്ച് വേര് ഉണ്ടോന്ന് നോക്കിയത് ഓർക്കുന്നുണ്ടോ സാറേ? ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പണ്ട് ചെടിയുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കാനുള്ള സൗകര്യം നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് തമാശകൾ കാണിച്ചിട്ടുണ്ട്. For environmental awareness and action encourages respect for nature. പ്രകൃതിയോട് നമുക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ഇത് ഒരു സ്കൂളിന്റെ ഗ്രൗണ്ടിൽ കുട്ടികൾ ചെയ്യുന്നതാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വന്നു കഴിഞ്ഞപ്പോൾ അതൊരു നല്ല കാര്യമായിരുന്നു. അഗ്രികൾച്ചർ അതിൻ്റെ അകത്തുണ്ട്. അപ്പം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പേ ഇങ്ങനെ ഒരു അവസരം കുറവായിരുന്നു. പക്ഷേ വളരെ മുമ്പ് ഓരോ ക്ലാസ്സിന്റെ മുമ്പിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിലെ കുട്ടികളുടെ പരിചരണത്തിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പൂന്തോട്ടം ഇല്ല. സ്കൂളുകളിലൊക്കെ ആടും കന്നാലിയും ഒക്കെ കയറുന്ന അവസ്ഥയും, പിന്നെ പൂന്തോട്ടത്തോടൊന്നും ആരും താല്പര്യമില്ലാതെ പൂന്തോട്ടങ്ങളൊന്നും ഇല്ലാതെയായി. പിന്നെ VHSE വന്നപ്പോഴാണ് കുറച്ചൊക്കെ ഒരു ഗുണം കിട്ടിയത്. സ്ട്രെങ്തൻസ് കണക്ഷൻ വിത്ത് ദ എർത്ത്. ഭൂമിയായിട്ട് കുട്ടികൾക്ക് ബന്ധം വേണം, മണ്ണുമായിട്ട് ബന്ധം വേണം. ഉണ്ടാകുമ്പോഴേ ചെരുപ്പിട്ട് ജനിക്കുകയും ചെരുപ്പ് കാലേ നൂരാതെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടികളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പം നിലത്തൂടെ നടക്കണമെന്നും പുല്ലിക്കൂടെ നടക്കണമെന്നും മണലിക്കൂടെ നടക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രൊമോട്ട്സ് സസ്റ്റൈനബിൾ ബിഹേവിയർ ആൻഡ് കൺസർവേഷൻ. ഒരു സ്ഥിരതയുള്ള സ്വഭാവം ഉണ്ടാകും കുട്ടികൾക്ക്. ഇങ്ങനെ biophilia in urban design and architecture. Biophilic design is the practice of incorporating natural elements into the built environment. Examples include green walls, indoor gardens, natural light, and views of landscapes. This not only makes spaces more beautiful but also healthier for people. ബയോഫിലിക് ഡിസൈൻ എന്നത് നിർമ്മിത പരിതസ്ഥിതിയിൽ പ്രകൃതിദത്ത ഘടകങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഹരിത ഭിത്തികൾ, ഇൻഡോർ പൂന്തോട്ടങ്ങൾ, സ്വാഭാവിക വെളിച്ചം, പ്രകൃതി ദൃശ്യങ്ങളുടെ കാഴ്ചകൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത് കെട്ടിടങ്ങളെ കൂടുതൽ മനോഹരമാക്കുക മാത്രമല്ല ആളുകൾക്ക് ആരോഗ്യകരമാക്കുകയും ചെയ്യുന്നു. ബയോഫിലിക് ഡിസൈൻ ബ്രിങ്ങിങ് നാച്ചർ ഇൻഡോർസ്. ഇതൊരു ഇൻഡോർ ബയോഫിലിക് ഡിസൈൻ കൊണ്ടുവന്ന ഒരു ഉദാഹരണമാണ്.
It means bringing nature inside our living and working spaces. Such designs reduce stress, improve mood, and make people healthier. ഇത് ഇഒ വിൽസൺ ബയോഫീലിയ സെന്റർ ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഫ്ലോറിഡ, USA. It was founded in honor of Edward O. Wilson, who popularized the concept of biophilia. The center focuses on environmental education for children and students. പ്രകൃതിയെ അടുത്തറിയാനുള്ള അവസരം കുട്ടികൾക്കും സ്റ്റുഡൻസിനും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സെന്ററാണിത്. ഇഒ വിൽസൺ ബയോഫീലിയ സെന്റർ ആണ് ഇതും. ബയോഫിലി ആർക്കിടെക്ചർ ഇതൊരു മോഡലാണ്. The building is not isolated from nature. It is integrated into the landscape. നമ്മൾ ഈ JCB ഇറങ്ങിയതിന് ശേഷമാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലേ ഉലയനാൻ സാറെ, രമാവതി മാം, ഈ നമ്മള് ഭൂമിയെ അങ്ങോട്ട് മുഴുവനായിട്ട് മാറ്റി മറിച്ചിട്ട് അവിടെ ഒരു വീടുണ്ടാക്കുക. കുന്നാണെ അത് ഇടിച്ച് നിരത്തി വീടുണ്ടാക്കുക, അല്ലെങ്കിൽ കുഴിയാണെങ്കിൽ അവിടെ കുറെ മണ്ണ് കൊണ്ടിട്ടിട്ട് വീടുണ്ടാക്കുക. ഭൂമിയെ മാറ്റിമറിക്കുക. ഇത് ആ ഭൂമി എങ്ങനെയാണോ അതേ രീതിയിൽ ബിൽഡിങ്സ് ഉണ്ടാക്കിയതാണ്. എല്ലാ നാച്ചർ മുഴുവൻ അവിടെ തന്നെ ഉണ്ട്. ദ ബ്രിഡ്ജ് ഓവർ വാട്ടർ ആൻഡ് ദ ഗ്രീൻ സറൗണ്ടിങ്സ് മേക്ക് പീപ്പിൾ ഫീൽ മോർ കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ വേൾഡ്. അത് കാണാമല്ലോ. ഇൻസ്റ്റെഡ് ഓഫ് കോൺക്രീറ്റ് വാൾസ് അലോൺ, the presence of trees, water, and open space makes the environment more livable. മനസ്സിലാവുന്നുണ്ടല്ലോ, കാണാമല്ലോ. ഇത് ബോസ്കോ വെർട്ടിക്കൽ മില്ലൻ, ഇറ്റലി. This is a pair of residential towers covered with over 900 trees and 20,000 plants. 20,000 ചെടികളും 900 മരങ്ങളും ഈ ബിൽഡിങ്ങിന്റെ മേലെയുണ്ട്. ഒരു ലംബ ആകൃതിയിൽ ലംബ വനം എന്ന പോലെയാണ് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഒത്തിരി കൂളിംഗ് ആയിരിക്കും. ഞാനിത് ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി, ഈ നവരാത്രി, ഇപ്പൊ നവരാത്രിയാണല്ലോ, ഗാന്ധി ജയന്തി നമ്മൾ പറഞ്ഞു, ഗാന്ധിജിയുടെ കാര്യം. നവരാത്രി മാത്രമല്ല, ഓണം, പ്രകൃതി ഇല്ലാതെ നമുക്ക് പൂവില്ലാത്ത ഓണമില്ല. അല്ലെങ്കിൽ ഫുഡിനും പ്രകൃതി വേണം, എല്ലാത്തിനും. എല്ലാ ഫങ്ഷൻസും എല്ലാ കൾച്ചറൽ ഐറ്റംസും ഈ പ്രകൃതിയുമായിട്ട് ബയോഫിലിക് ആണ്. ഓണം, വിഷു, ഇപ്പം ക്രിസ്മസ്. എന്തുകൊണ്ട് യേശു ക്രിസ്തു തൊഴുത്തിൽ പോയി ജനിച്ചു? അങ്ങേർക്ക് ഒരു നല്ല വീട്ടിൻ്റെ ഉള്ളിലോ കൊട്ടാരത്തിലോ ജനിക്കാമായിരുന്നു. അതും ബയോഫിലിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈസ്റ്ററിന് മുന്നേ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ മല കയറി പോവുകയാണ്, പ്രകൃതിയിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ മരത്തിന്റെ കുരിശിലാണ് യേശു ക്രിസ്തുവിനെ തടസ്സം. ഇങ്ങനെ ഓരോന്നും പഴയ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മൊത്തം ബയോഫിലിക് ആണ്. ഞാനൊരു ഉദാഹരണത്തിന് നവരാത്രി മാത്രം ഇവിടെ എടുത്തു വെച്ചു, ഇപ്പൊ നവരാത്രി ആയതുകൊണ്ട്. ശബരിമലയും എല്ലാതെ ഒന്നും മാറ്റി വെക്കാൻ പറ്റില്ല. നവരാത്രി ഈസ് എ ഫെസ്റ്റിവൽ ദാറ്റ് സെലിബ്രേറ്റ്സ് ദ ഫെമിനിൻ എനർജി ഓഫ് ലൈഫ്, nature, fertility, growth, and creativity. In South India, we keep Navaratri Kolu, arrangement of dolls and puja of tools and books to show respect to life, learning, and livelihood. This is a biophilic action as it expresses love for life, growth, and continuity. നവരാത്രി ജീവിതത്തിന്റെ സ്ത്രീശക്തിയെയും പ്രകൃതിയെയും സൃഷ്ടിയെയും വളർച്ചയെയും ആഘോഷിക്കുന്ന ഉത്സവമാണ്. ദക്ഷിണേന്ത്യയിൽ കൊലുവെക്കുന്നതും ആയുധ പൂജയും വിദ്യാരംഭവും ജീവിതത്തിന്റെയും അറിവിന്റെയും ഉപജീവനത്തിന്റെയും പ്രതീകങ്ങളെ ആദരിക്കുന്ന രീതികളാണ്. ഇത് ബയോഫീലിയയുടെ പ്രകടനമാണ്. ജീവനെ സ്നേഹിക്കുന്ന മനോഭാവം. നമ്മുടെ പൂർവികർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏത് ഫംഗ്ഷൻ എടുത്തു നോക്കിയാലും, ഏത് ആരാധന സമ്പ്രദായം നോക്കിയാലും, ഏത് മതം നോക്കിയാലും എല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇത് സാറ് നേരത്തെ പറഞ്ഞു, ഒന്ന് സ്റ്റക്കായല്ലോ. കേൾക്കാം. വന്നു. 4 കെട്ടാണ്.
ട്രഡീഷണൽ കേരള ഹൗസസ് നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയ വീടാണ്. നമ്മളാണ് ഇപ്പോൾ ഇതൊക്കെ കളഞ്ഞ് ഇത് ഈ ബയോഫിലിക് അല്ലാത്ത വീടുകൾ ഉണ്ടാക്കുന്നത്. ട്രഡീഷണൽ കേരള ഹൗസസ് വിത്ത് ഓപ്പൺ കോർട്ട്യാർഡ്സ് 4 കെട്ടു ആർ എ നാച്ചുറൽ എക്സാമ്പിൾ ഓഫ് ബയോഫിലിക് ഡിസൈൻ. ഓപ്പൺ ടു സ്കൈ കോർട്ട്യാർഡ്. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും മഴയും വെള്ളവും എല്ലാം നടുമുറ്റത്തേക്ക് വീഴുമായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഒരു നടുമുറ്റമൊന്നുമില്ല, എല്ലാം അടച്ചു കെട്ടി ഒരു വലിയൊരു മതിലും കെട്ടി. These houses show how our culture naturally lived with nature. ഇത് കുറച്ച് കവികൾ എഴുതിയ കവിതകളാണ്, ഞാനൊന്ന് ഓടിച്ച് പറയാം. റോബർട്ട് ബേൺസ്. ഗിവ് മീ എ സ്പാർക്ക് ഓ നാച്ചർ ഫയർ, ദാറ്റ് ഈസ് ദ ലേണിംഗ് ഐ ഡിസയർ. എനിക്ക് പ്രകൃതിയുടെ തീയിൽ നിന്ന് ഒരു തീപ്പൊരി തരൂ, അതാണ് എനിക്ക് വേണ്ട പഠനം. കംഫോർത്ത് വേർഡ്സ്വർത്തിൻ്റെയാണ്. കം ഫോർത്ത് ഇൻ ടു ദ ലൈറ്റ് ആൻഡ് ലെറ്റ് നാച്ചർ ബി യുവർ ടീച്ചർ. പ്രകാശത്തിലേക്ക് പുറത്തേക്ക് വരിക, പ്രകൃതിയെ നിങ്ങളുടെ ഗുരുവാക്കുക. ജോൺ മേർ പറഞ്ഞതാണ്, എവരിബഡി നീഡ്സ് ബ്യൂട്ടി ആസ് വെൽ ആസ് ബ്രെഡ്, പ്ലേസസ് ടു പ്ലേ ഇൻ ആൻഡ് പ്രേ ഇൻ, വേർ നാച്ചർ മേ ഹീൽ ആൻഡ് ഗിവ് സ്ട്രെങ്ത് ടു ബോഡി ആൻഡ് സോൾ. എല്ലാവർക്കും അപ്പം പോലെ സൗന്ദര്യവും വേണം, കളിക്കാനും പ്രാർത്ഥിക്കാനും ഇടങ്ങൾ വേണം. പ്രകൃതി ശരീരത്തിനും ആത്മാവിനും ശക്തിയും ആരോഗ്യവും നൽകുന്ന ഇടങ്ങൾ തരുന്നു. എറിക് ഫോം പറഞ്ഞത്, ഇമ്പോർട്ടൻസ് ഓഫ് നാച്ചർ, ബയോഫീലിയ, ആൻ ആന്റിഡോട്ട് ടു ഡെസ്പെയർ. പ്രകൃതിയുടെ പ്രാധാന്യം, ബയോഫീലിയ, നിരാശക്കെതിരെയുള്ള മരുന്ന്. ഇയോ വിൽസൺ, അവർ ഇന്നേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് നാച്ചർ, പ്രകൃതിയുമായുള്ള നമ്മുടെ സ്വാഭാവിക ബന്ധം. സ്റ്റീഫൻ കെല്ലാർട്ട്, ബയോഫിലിക് ഡിസൈൻ, we will never be truly healthy, satisfied or fulfilled if we live apart and alienated from the environment from which evolved. നമ്മൾ വളർന്നു വന്ന പ്രകൃതിയിൽ നിന്ന് വേർപെട്ട് അകന്ന് ജീവിച്ചാൽ ഒരിക്കലും നമ്മൾ യഥാർത്ഥ ആരോഗ്യവും തൃപ്തിയും നിറവും ഒന്നും നേടില്ല. Identity. By reconnecting with the natural world, we can improve our physical, mental and spiritual well-being. Let us embrace our innate love for life. ബയോഫീലിയ വെറും ഒരു സിദ്ധാന്തമല്ല, അത് നമ്മുടെ മാനുഷിക വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനപരമായ ഭാഗമാണ്. പ്രകൃതിയുമായി വീണ്ടും ബന്ധപ്പെടുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ക്ഷേമം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും. ജീവിതത്തോടുള്ള നമ്മുടെ സഹജമായ സ്നേഹത്തെ നമുക്ക് സ്വീകരിക്കാം. The healing power of nature, പ്രകൃതിയുടെ ചികിത്സാ ശക്തി. As I work on the garden works on me. ഗെയ്ല ട്രയലിന്റെ വിശ്വവിഖ്യാതമായ റിപ്പോർട്ടാണ്. ഞാൻ തോട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ തോട്ടം എന്നിൽ പ്രവർത്തിക്കുന്നു. ഗെയ്ല ട്രയൽ. ബയോഫീലിയ ഈസ് നോട്ട് ജസ്റ്റ് തിയറി ബട്ട് എ ലിവ്ഡ് എക്സ്പീരിയൻസ് വേർ നാച്ചർ ആൻഡ് ഹ്യൂമൻസ് നർച്ചർ ഈച്ച് അതർ. ഇത് എൻ്റെ ചെടിയാണ്. If ടീച്ചർ കട്ടായി പോയിരുന്നു, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വളരെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ പ്രോസസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും നമ്മുടേതായ രീതിയിലുള്ള അനുഭവങ്ങളുണ്ട്. ഒത്തിരിയും പോസിറ്റീവായിട്ട് റിസൾട്ട് തരുന്ന ഒരു പ്രോസസ്സും കൂടിയാണ്. നാം തിരിച്ചു വരുമായിരിക്കും, എനിക്ക് തോന്നുന്നു നെറ്റ് ഡൗൺ ആയിപ്പോയതായിരിക്കും.
ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന രീതി അഡോപ്റ്റ് ചെയ്യുന്ന രീതികളും കൂടെ പറയുന്നത് എപ്പോഴും നന്നായിരിക്കും. ഒത്തിരിയും ഗുണങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പം സാധാരണമായ ബെനിഫിറ്റുകളാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മാതൃകയൊക്കെ നോക്കുമ്പോൾ ഒത്തിരി കെട്ടിടങ്ങൾ, നാലുകെട്ട് എന്നൊക്കെ പറയുന്ന പോലെ നടുമുറ്റം, ഇങ്ങനെയുള്ളതൊക്കെ ഒരു നാച്ചുറുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറായിരുന്നു. ഇന്നത് മാറി. ഇപ്പം നമ്മുടെ മുമ്പിൽ നോക്കുമ്പം നാലുകെട്ട് നടപ്പുരയും നാലുകെട്ട് നടപ്പുരയും. തെക്കേക്കെട്ട് മാളികയും. ഞാനിതൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. നാളെ എൻ്റെ കഥയിൽ ഞാൻ ഇട്ടു. അതെ, ഇഷ്ടം. നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്. കാരണം നമ്മൾ നാച്ചുറലായിട്ട് സിങ്ക് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ആരോഗ്യം തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ വീടുകളിലൊക്കെ കുളപ്പുരയും ഉണ്ട്. കുളം, നാലുകെട്ടും കുളപ്പുരയും. കുളം തീർച്ചയായിട്ടും ഇതിലൊരു ഭാഗമാണ്. ഇന്ന് നമ്മുടെ പുതിയ ഇതില് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പം അത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു. കുളം അങ്ങനെയല്ല, പ്യുവർലി നേച്ചറാണ്. ചുറ്റും മണ്ണിന്റെ ഒരു ബൗണ്ടറിയാണ്. പക്ഷേ ആ കുളത്തിൽ കുളിക്കുന്നത് കൊണ്ട് അസുഖമൊന്നുമില്ല. ഇപ്പൊ അമീബയൊക്കെ ഉണ്ടാകുന്നത് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്നത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അതെ, അത് തന്നെയല്ല, കുളത്തിൽ മീനുകളുണ്ട്. അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ തന്നെയുണ്ട്. നമ്മുടെ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ വരുമ്പോൾ അതിന്റെ ആ കോൺസെപ്റ്റ് ഒക്കെ മാറി. അത് പലപ്പോഴും ഒരു എന്താ പറയുന്ന ഒരു യാന്ത്രികമായ ഒരു തലം എന്ന് പറയാം. അതിനൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എനിവേ നമുക്ക് സംസാരിക്കാം അല്ലേ? ടീച്ചർ എത്തിയിട്ടില്ല. ഞാൻ അവസാനമാണ് കേട്ടത്. അമർജ്യോതി മാം ഒന്ന് തുടങ്ങും. ടീച്ചർ വരുവാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ്. സാറ് വായിക്കാത്ത പോകുന്നത്. താങ്ക് യു ഓമന മാം. താങ്ക് യു സബു സർ. അതായത് മാം ശരിക്കും ഒരു ആപ്റ്റ് പേഴ്സൺ ആണ് ഈ ബയോഫീലിയ സെലക്ട് ചെയ്ത്. കാരണം വയനാട് ശരിക്കും പ്രകൃതിയായിട്ട് ഭയങ്കരമായിട്ട് ഒരു അടുപ്പുള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു മാമിന് ഇത്രയും ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, മനുഷ്യൻ എന്നാണോ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി അന്നു മുതലാണ് മനുഷ്യൻ രോഗിയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രകൃതിയിലെ മറ്റു ജീവികളൊക്കെ പ്രകൃതിയിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. നമ്മൾ മാത്രമാണല്ലോ ടെറസെല്ലാം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇരുന്ന് ഇപ്പൊ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഓഫ് ടി, ഇതൊക്കെ മനുഷ്യന്റെ ആരോഗ്യം അതിനെ കൊണ്ട് പല പല ഭവിഷ്യത്തുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഒക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നു പോയതിന്റെ ഫലമാണ്. പിന്നെ മാം പറഞ്ഞ വേർഡ്സ്വർത്ത് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അത്ര ഭംഗിയുള്ളൊരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനൊരു കവി ആവാനുള്ള കാരണം. അദ്ദേഹം എല്ലാ കൊല്ലവും വേറെ സ്ഥലത്താണ് ജീവിച്ചത്. പക്ഷെ എല്ലാ കൊല്ലവും വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം ജീവിച്ച താഴ്വരയിൽ വന്ന് പ്രകൃതി മുഴുവൻ അദ്ദേഹം പറഞ്ഞത്, ഞാൻ മനസ്സ് നിറയെ പ്രകൃതിനെ പിക്ചർ മുഴുവൻ ആക്കിയിട്ട് കൊണ്ടുപോവുക ചെയ്യുന്നു. എപ്പോ എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് ആ പഴയ എൻ്റെ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും. അപ്പൊ ഞാൻ വളരെ സന്തോഷവാനാവും. അപ്പൊ എനിക്ക് കൂടുതൽ കൂടുതൽ എഴുതാനുള്ള ഇതൊക്കെ കിട്ടിയത് പ്രകൃതിയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞു. അമന മാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ഈ പറയുന്ന ബയോഫീലിയ അപ്ലൈ ചെയ്യുന്ന ഒരാളിവിടെ ഉണ്ട്. മനോജ് എന്ന് അഡ്മിറ്റ് ചെയ്യോ? വൈപ്പിലെ അയ്യമ്പള്ളിയിലെ മനോഹരമായ മിനി ഫോറസ്റ്റ്, നാച്ചുറൽ എന്ന് വെച്ചാൽ അത് നാച്ചുറൽ ആക്കി ഉണ്ടാക്കിയ ഫോറസ്റ്റ് ആണ്. മനോജ് കേൾക്കാമോ? ഫ്രീ ആണോ? ഞാൻ കുറച്ചേ കേട്ടുള്ളൂ എങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പ്രകൃതി. എന്ന് വെച്ചാൽ ഞാനൊരു നാട്ടിൻപുറത്തുകാരിയാണ്, തമിഴ്നാട്. വലിയൊരു ഭൂമിക്കകത്ത് 1 ഏക്കറിനകത്തൊക്കെയാണ് ഒരു വീട്. തനിച്ച് താമസിക്കാനൊന്നും പറ്റൂല. നിറയെ മരങ്ങളും പ്രകൃതി ഭംഗി നിറഞ്ഞ വയലുകളും വാഴത്തോപ്പുകളും അങ്ങനെ കേരവൃക്ഷത്തണലുകളുമായി മനോഹരമായ ഒരു നാട്ടിൻപുറത്താണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് എനിക്ക് ഓമന ടീച്ചർ പറഞ്ഞ ഈ പ്രകൃതി കാര്യങ്ങളെല്ലാം എനിക്കിഷ്ടമാണ്. അത് ആലോചിക്കുമ്പോൾ ഇപ്പം നഷ്ടബോധം തോന്നുകയാണ്. അതെല്ലാം
വലിച്ചെറിഞ്ഞിട്ടാണ് സിറ്റിയിൽ. അപ്പൊ അന്ന് എനിക്ക് വെളിച്ചമായിരുന്നു ഇഷ്ടം, ഇലക്ട്രിസിറ്റി. അന്ന് നമ്മളെ അവിടെ വെളിച്ചം ഇല്ലായിരുന്നു, കറണ്ട് ഇല്ല. പിന്നീട് കുറേ കാലം കഴിഞ്ഞാണ് കറണ്ട് വന്നത്. അപ്പോൾ എൻ്റെ ഒരു പോറ്റി എന്ന് പറയുന്ന അമ്മൂമ്മയുടെ ബ്രദർ ഇവിടെ പോലീസ് ഓഫീസറായിട്ട് DSP ആയിട്ടുണ്ടായിരുന്നു, അവിടെ വരും. അപ്പോൾ ഇലക്ട്രിസിറ്റി, ഇവിടെ നല്ല വെളിച്ചം, അങ്ങനെ എന്നും എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്കും തിരുവനന്തപുരത്ത് വരണം, ആ ആഗ്രഹമായിരിക്കും എനിക്ക് സാധിച്ചത്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എൻ്റെ നാട്ടിൻ പുറം മനോഹരമായ ശുദ്ധവായു, കുളം, അവിടെ കുളമുണ്ട്, കുളിക്കാൻ കുളമുണ്ട്, പുഴയുണ്ട്, നീന്തിക്കളി, നമ്മളൊക്കെ നീന്തി കുളിച്ചവരാണ്. അന്ന് അസുഖങ്ങളൊന്നും ഇല്ല, അങ്ങനെ കുളത്തിൽ കുളിച്ചാൽ അസുഖം വരില്ല. ഇന്ന് സ്വിമ്മിംഗ് പൂളിലും കുളത്തിലും കുളിക്കുമ്പോഴാണ് അമീബ ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം ഞാൻ ആലോചിച്ചു. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രകൃതിയെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കുട്ടിക്കാലം ആലോചിക്കും, എത്ര സുന്ദരമാണതെന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഒരിക്കലും തിരിച്ചു കിട്ടില്ല, എല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ പിന്നെ എല്ലാം മറന്നു. ഇതുപോലുള്ള ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നഷ്ടബോധം തോന്നും. ഓമന ടീച്ചർ ഇപ്പോഴും നാട്ടിൻ പുറത്ത് വയനാടല്ലേ ജീവിക്കുന്നത്? അതൊരു വയനാട് ഭാഗ്യം. മുഴുവൻ റിസോർട്ട് കോൺക്രീറ്റും ആയി. എന്നാലും മരങ്ങളുണ്ടല്ലോ, പച്ചപ്പ്. അത് മുഴുവൻ കട്ടുമുറിച്ചു. വേറെ ഒന്നുമില്ലെങ്കിലും കുറച്ച് കോടമഞ്ഞെങ്കിലും ഉണ്ടല്ലോ. കാപ്പിയുണ്ട്, കാപ്പി. മാമിന്റെ ക്ലാസ് കഴിഞ്ഞായിരുന്നോ? ഫിനിഷ് കംപ്ലീറ്റ് ആയിരുന്നു? സാറ് പിന്നെ ഞാൻ എവിടം വരെ എത്തിയായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല, അത് പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായി പോയി. ഓക്കെ, ഇനി ചെയ്യുന്നുണ്ടോ? എന്നാലും കേട്ട് പറഞ്ഞത് അത്രയും നന്നായിട്ടുണ്ട് എവിടം വരെ ടീച്ചറെ, എത്തിയെന്ന് എനിക്ക് നന്നായി. മനസ്സിലായില്ല. ഞാനിപ്പോ ഫോണിൽ കയറുവായത്. അതെന്നാ പറ്റി അങ്ങനെ സ്റ്റക്കാകുന്ന എന്നാ സാറേ? നെറ്റിന്റെ നെറ്റ്വർക്കിലുള്ള പ്രശ്നം. നെറ്റ്വർക്ക് കുഴപ്പമില്ല, ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഞാനിപ്പോ ഫോണിൽ കയറിയില്ലേ. അത് പറയാൻ പറ്റത്തില്ല. ഞാൻ എവിടം വരെ എത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. രമാവതി മറ്റൊക്കെ ഉള്ള വീടുകളും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കട്ടായത്. അയ്യോ, അവിടം വരെ എത്തിയുള്ളായിരുന്നോ? പ്രകൃതി പക്ഷേ ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ സാർ. ഓക്കെ, അപ്പോഴത്തേക്ക് ഞങ്ങള് മനോജിനോടൊന്ന് സംസാരിക്കട്ടെ. മനോജ് പറയൂ. കേൾക്കാമോ? കേൾക്കാം, പറയും. ഇവിടെ നമ്മള് ഒരു ചെറിയ ഇപ്പൊ വീടിനോട് ചേർന്ന് ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ഒരു കുട്ടിവനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു 27 വർഷം മുമ്പാണ് അതിന്റെ പ്രവർത്തനം തുടങ്ങിയത്. പിന്നെ ചെറായി ബീച്ചിനോടടുത്ത് ഒരു കുട്ടിവനം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാംഗ്രോവ് കൺസർവേഷൻ റെസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നേച്ചർ വാക്സ്, ട്രീ വാക്സ്, ഫോറസ്റ്റ് ബേത്തിങ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് എടുക്കാൻ വിളിക്കുമ്പോൾ ഞാൻ മുറിയിൽ ചെയ്യാറില്ല, ഞാൻ പുറത്ത് ആണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം സംഘടിപ്പിക്കാൻ. അതെ അതെ, കുട്ടികളെ കൊണ്ട് നാടോടി നടക്കലാണ് ഇപ്പൊ പരിപാടി. അത് കണ്ടൽക്കാടുകളിലും ഇതുപോലെയുള്ള കുട്ടിവനങ്ങളിലും ഒക്കെ. അപ്പൊ അത് ഈ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ ഇവർക്കൊരു മടുപ്പ് വരും. അപ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ശ്രദ്ധ ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിലുള്ള സ്പേസ് ഒരുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒന്നും കുട്ടിയെ ഇങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇതിലൂടെ നമ്മൾ ഇടങ്ങൾ ഒരുക്കുന്നു, അതിലൂടെ കടന്നു പോകുമ്പോൾ കുട്ടിക്ക് ഈ ഒരു ഇൻസൈറ്റ് ഉണ്ടാവും. നമ്മൾ ഇപ്പൊ പ്രകൃതി സംരക്ഷിക്കണം, അല്ലെങ്കിൽ നാച്ചുറൽ ഫാമിംഗ് ചെയ്യണം, കൺസർവേഷൻ റെസ്റ്റോറേഷനെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്തിട്ട് ഞാൻ 10-12 വർഷമായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതിന് പകരം നമ്മുടെ ഒരു കുട്ടിവനത്തിലൂടെ സൈലന്റ് ആയിട്ട് ഒരു കുട്ടി ഒരു 10 മിനിറ്റ് നടന്നാൽ തന്നെ ആ കുട്ടിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ നേരിട്ട് ഇപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാനിപ്പോ അതുകൊണ്ട് പ്രസംഗിക്കാറില്ല, ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ കുറവാണ്. അതിന് പകരം ഇവരെയും കൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പൊ ഇവർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കിയാൽ കുട്ടിയിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അത് മുതിർന്നവരിലും രണ്ടുപേരിലും അത് കാണുന്നുണ്ട്. പിന്നെ സ്ട്രെസ് റിലീഫ്, ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഇതെല്ലാം അത് മണ്ണിൽ ഇറങ്ങുന്ന ആ കണക്ഷൻ ടു മദർ എർത്ത് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അതിപ്പോ നമുക്കത് പിടികിട്ടില്ല, കാരണം വി ആർ സോ മച്ച് ഡിസ്കണക്റ്റഡ്, അത്ര ഡിസ്കണക്റ്റഡ് ആയി പോയി. അപ്പൊ ഇനി മണ്ണിലേക്ക് ഇതല്ലാതെ വേറൊരു മാർഗം ഞാൻ കാണുന്നില്ല. കാരണം ഇതുവരെ നാം പല കാര്യങ്ങളും പലതരം പ്രസന്റേഷൻസ് ചെയ്ത് വീഡിയോസ് കാണിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് സംസാരിക്കുക, ഇവരെയും കൊണ്ട് ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ശരിക്കും. പ്യുവർലി എക്സ്പീരിയൻഷ്യൽ ആകുക അല്ലേ? പ്യുവർലി എക്സ്പീരിയൻഷ്യൽ ആകുക. അതെ 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 അതെ. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഇത് എക്സ്പീരിയൻഷ്യൽ ആകുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നെല്ല് വിളയുന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ പാടത്തിറങ്ങി ചെളിയിൽ ഇറങ്ങി മുട്ടുവരെയുള്ള ചെളിയിൽ കൂടെ നടക്കണം
എന്ന് പറയുന്ന അതാണ് എക്സ്പീരിയൻഷ്യൽ. പിന്നെ വൺസ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു എന്താ പറയുന്നത്, മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറും. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു സംശയങ്ങൾ വരുന്നില്ല. എനിവേ മനോജ്, മനോജിനെ എൻ്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ, ഞാൻ വിളിച്ചോളാം. ആ ശരി ഓക്കെ. ശരി ഓക്കെ, റോയ് സാർ. ബയോഫീലിയ എന്നുള്ള വാക്ക് അത്ര ഫെമിലിയർ അല്ലെങ്കിലും ഈ വാക്കിലൂടെ സാറ് പ്രകൃതിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാനും ഇന്നത്തെ പ്രകൃതിയുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരികയായിരുന്നു ടീച്ചർ. ഇപ്പോ ടീച്ചർ തന്നെ പറഞ്ഞു നെക്രോഫീലിയ എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രക്റ്റീവ് മൂഡിലാണ്, പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു മൂഡിലാണ് ഇപ്പോൾ പോപ്പുലേഷൻ അധികവും സാമ്പത്തിക നേട്ടത്തിനൊക്കെ വേണ്ടി ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് മാഡത്തിൻ്റെ ഈ ബയോഫീലിയ എന്ന് പറയുന്ന വാക്കും അതിനോടൊത്തുള്ള ഈ ക്ലാസ്സും വളരെയധികം ഉപകരിച്ചു. അതുപോലെ തന്നെ എനിക്ക് തന്നെ അനുഭവമുള്ള ഒരു കാര്യമാണ്, പണ്ട് ഞാൻ NGO-യിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്രഷിലെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് അവരുടെ ടീച്ചേഴ്സിന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ NIPCC ട്രെയിനിങ് പ്രോഗ്രാമിന് വിളിച്ചു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നഴ്സറിയിൽ ഇതുപോലെ ഞങ്ങളെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവിടെ പിള്ളേര് ഒക്കെ കളിക്കുന്നതിനും മറ്റേതിനും ഒന്നും ഒരു വസ്തുക്കളും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. കക്ക, മണല്, മെറ്റല്, സീവ് പ്ലേറ്റ്, ഈ പഴയ ഈ ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു വേണം പിള്ളേർ വളരാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കളർ വളരുന്നതിനും ഇതോടൊപ്പം കളിക്കുന്നതിനും വലിയ സാമ്പത്തിക ചെലവൊന്നും വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നിന്ന് കളിക്കോപ്പ് മേടിക്കാനും മറ്റേതിനും ഒക്കെ ആയി കൊടുക്കുന്ന പൈസ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ബാക്കി വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പൈസ മിച്ചം വരും. അത് കുട്ടികൾക്ക് വല്ല ഭക്ഷണ സാധനങ്ങളും ഒക്കെ മേടിച്ചു കൊടുക്കുന്നതിനും അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്നായിരുന്നു അതിൻ്റെ ഒരു സാരം. പക്ഷേ അതൊന്നും ഇവിടെ ഏൽക്കുകയില്ല, ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോഴും മോഡേൺ ലൈഫിലെ പിള്ളേരെയൊക്കെ അങ്ങനെയല്ല വളർത്തുന്നത്. അതൊക്കെ വെറും ഇതാണ്. പിന്നെ മാഡം പറഞ്ഞു, ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന അവസരത്തിൽ മാനസികമായ ബുദ്ധിമുട്ട് നോക്കുന്ന എനിക്കൊരു പിക്നിക്ക് ഇതിലൂടെ ഒരു ഔട്ട് ഗോയിങ് ഒക്കെ ഇത് നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ആശ്വാസം കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ കോൺസെൻട്രേഷനും മെമ്മറി ഇൻക്രീസ് ചെയ്യുന്നതിനും ഒക്കെ ഒത്തിരി വന്ന് മാഡം പറഞ്ഞു. അതുപോലെ തന്നെ മോട്ടിവേഷനും അറ്റൻഷനും ഒക്കെ ഉണ്ടാക്കുന്നതിന് പ്രകൃതിയുമായിട്ടുള്ള ഇത് വളരെയധികം ഇതാണ്. അത് തന്നെയല്ല, പ്രകൃതി സ്നേഹികളുടെ ഒരു ബിഹേവിയറും അല്ലാത്തവരുടെ ബിഹേവിയറും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അങ്ങനെ അതുപോലെ ഇപ്പോൾ മാഡം തന്നെ പറഞ്ഞല്ലോ, ഇതിൻ്റെ യൂട്ടോഫീലിയ എൻകറേജ്മെന്റിൽ പറഞ്ഞ ഒരു കാര്യമാണ് ക്രിയേറ്റിവിറ്റിയും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളായിട്ടാണ്. പക്ഷെ ഇപ്പോഴെങ്ങനെയോ ഒരു 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ഈ പ്രകൃതിയുമായി ഉള്ള ജീവിതത്തിൽ കുറേ എൻജോയ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നുമില്ല. ഈ കോൺക്രീറ്റ് സൗധങ്ങളിലൊക്കെ താമസിച്ച് അതിലൂടെ പ്രകൃതിയുമായിട്ടുള്ള ഇത് കുറഞ്ഞു. പിന്നെ ആരെങ്കിലും എന്തൊക്കെ പ്രകൃതിദത്തമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്രീഷിയേറ്റ് ചെയ്യും ആൾക്കാർ. ഇപ്പോൾ വീടിനകത്തും മറ്റേടത്തൊക്കെ പൂച്ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഏതായാലും ഇത് വളരെയധികം നമുക്ക് ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും അതുപോലെ നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മിക്കുവാനും എല്ലാം അവസരം നൽകിയ ഒരു ക്ലാസ് ആയിരുന്നു ഓമന ടീച്ചറുടെ. താങ്ക് യു ഓമന ടീച്ചർ, താങ്ക് യു വെരി മച്ച്. ശരിക്കും നമ്മളെ നിർബന്ധിക്കുകയാണ്, കാരണം ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ തിരിച്ചു വന്നേ പറ്റൂ. അല്ലെങ്കിൽ പ്രകൃതി നഷ്ടപ്പെടും, പ്രകൃതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓമന ടീച്ചർ റെഡിയായോ? യെസ്, പറഞ്ഞു സാർ. അത് തന്നെയാണ് സാർ. ഇപ്പോൾ വേറൊരു വ്യത്യാസമുണ്ട്. ഈ വെള്ളം പൊങ്ങമൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഭൂമിയിൽ താഴാൻ സ്ഥലമില്ല. ഈ കോൺക്രീറ്റ് സൗധങ്ങളും ഒന്നിച്ച് വെള്ളം കളക്ട് ചെയ്ത് മൊത്തം ഒഴുകി വരിക. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ വളരെയധികം അത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്തടുത്ത് കോൺക്രീറ്റ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം വെള്ളം ഒരുമിച്ച് കളക്ട് ചെയ്ത് റോഡിലേക്ക് അതിൻ്റെ അടുത്തേക്ക് ഒഴുകുക. ഇതെല്ലാം ഈ പ്രകൃതിയുമായുള്ള ഈ കാര്യത്തിൽ ശ്രദ്ധ കുറഞ്ഞു പോയ പോലെ എനിക്ക് തോന്നുന്നു. അത് പൊതുവെ ഷെയർ ചെയ്യാൻ പറ്റുമോ സാറേ? ഷെയർ ചെയ്തോളൂ.
ഇതാന്ന് തോന്നുന്നു കണ്ടതല്ലേ? വന്നില്ല, വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ഒന്നും ചെയ്യണ്ട. യെസ്. ഇതാണ് കണ്ടു കഴിഞ്ഞത്. അത് കഴിഞ്ഞുള്ളത് ഞാൻ ഇങ്ങനെ തന്നെ വിടട്ടെ. ഇന്നലെ ഉണ്ട് ഒന്ന് അമർത്തി മുട്ടിയാലേ ഇത് അനങ്ങുള്ളൂ എന്നുള്ളത് എന്തൊരു സ്റ്റക്നെസ് ഉണ്ടായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് സ്പീഡിലാ പോയെ. ഇത് കുറെ കവിതകളാണ്. റോബർട്ട് ബേൺസിന്റെ ഒരു കവിത കഷ്ണം. എല്ലാവരും ഇതിനോട് അനുകൂലിച്ചാണ് സംസാരിക്കുന്നത്. ഗിവ് മീ എ സ്പാർക്ക് ഓഫ് നാച്ചർ ഫയർ ദാറ്റ് ഈസ് ദ ലേണിംഗ് ഐ ഡിസയർ. എനിക്ക് പ്രകൃതിയുടെ തീയിൽ നിന്ന് ഒരു തീപ്പൊരി തരൂ, അതാണ് എനിക്ക് വേണ്ട പഠനം. അടുത്തത് വില്യം വേർഡ്സ്വർത്ത് ആണ്. കം ഫോർത്ത് ഇൻ ടു ദ ലൈറ്റ് ആൻഡ് ലെറ്റ് നാച്ചർ ബി യുവർ ടീച്ചർ. പ്രകാശത്തിലേക്ക് പുറത്തേക്ക് വരിക, പ്രകൃതിയെ നിങ്ങളുടെ ഗുരുവാക്കുക. എവരിബഡി നീഡ്സ്, ജോൺ മേയറിന്റെ ആണ്. എവരിബഡി നീഡ്സ് ബ്യൂട്ടി ആസ് വെൽ ആസ് ബ്രെഡ്, പ്ലേസസ് ടു പ്ലേ ഇൻ ആൻഡ് പ്രേ ഇൻ, വേർ നാച്ചർ മേ ഹീൽ ആൻഡ് ഗിവ് സ്ട്രെങ്ത് ടു ബോഡി ആൻഡ് സോൾ. എല്ലാവർക്കും അപ്പം പോലെ സൗന്ദര്യവും വേണം, കളിക്കാനും പ്രാർത്ഥിക്കാനും ഇടങ്ങൾ വേണം. പ്രകൃതി ശരീരത്തിനും ആത്മാവിനും ശക്തിയും ആരോഗ്യവും നൽകുന്ന ഇടങ്ങൾ ആണ്. എറിക് ഫോൺ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് നാച്ചർ, ബയോഫീലിയ ആൻഡ് ആന്റിഡോട്ട് ടു ഡെസ്പെയർ. പ്രകൃതിയുടെ പ്രാധാന്യം, ബയോഫീലിയ നിരാശക്കെതിരെയുള്ള മരുന്നാണ്. ഇയോ വിൽസൺ, അവർ ഇന്നേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് നാച്ചർ, പ്രകൃതിയുമായുള്ള നമ്മുടെ സ്വാഭാവിക ബന്ധം. സ്റ്റീഫൻ കെല്ലർട്ട്, ബയോഫീലിയ ഡിസൈൻ. We will never be truly healthy, satisfied or fulfilled if we live apart and alienated from the environment from which we evolved. നമ്മൾ വളർന്നു വന്ന പ്രകൃതിയിൽ നിന്ന് വേർപെട്ട് അകന്നു ജീവിച്ചാൽ ഒരിക്കലും നമ്മൾ യഥാർത്ഥ ആരോഗ്യവും തൃപ്തിയും നിറവും ഒന്നും നേടുകയില്ല. ഇത് ഇത്രയും കവിതകളുടെ കഷ്ണങ്ങൾ ഞാൻ എടുത്തു വെച്ചതാണ്. പിന്നെ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. Biophilia is not just a theory, it is a fundamental part of our human identity. By reconnecting with the natural world, we can improve our physical, mental and spiritual well-being. Let us embrace our innate love for life. ബയോഫീലിയ വെറും ഒരു സിദ്ധാന്തമല്ല, അത് നമ്മുടെ മാനുഷിക വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനപരമായ ഭാഗമാണ്. പ്രകൃതിയുമായി വീണ്ടും ബന്ധപ്പെടുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ക്ഷേമം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും. ജീവിതത്തോടുള്ള നമ്മുടെ സഹജമായ സ്നേഹത്തെ നമുക്ക് സ്വീകരിക്കാം. ദ ഹീലിംഗ് പവർ ഓഫ് നാച്ചർ, പ്രകൃതിയുടെ ചികിത്സാ ശക്തി. ഇതൊരു വെൽ നോൺ കോട്ടാണ്. ആസ് ഐ വർക്ക് ഓൺ ദ ഗാർഡൻ വർക്ക്സ് ഓൺ മീ. ഗെയ്ല ട്രയൽ. ഞാൻ തോട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ തോട്ടം എന്നിൽ പ്രവർത്തിക്കുന്നു. Biophilia is not just theory but a lived experience where nature and humans nurture each other. ഇത് എൻ്റെ ചെടിയാണ്. If we take care of nature, nature will take care of us. നാം പ്രകൃതിയെ പരിപാലിക്കുമ്പോൾ പ്രകൃതി നമ്മെ പരിപാലിക്കുന്നു. ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. പിന്നെ കുട്ടികൾ ഇപ്പം സ്കൂളിൽ പോകുന്നത് നിലം തൊടാതെ വണ്ടിയിലൊക്കെ കയറി വഴിയിൽ ഒരു കാടും ചെടിയൊന്നും കാണാതെ പോകുന്ന ഒരവസ്ഥയിൽ ആയിട്ട് വന്നപ്പോഴാണ് നമ്മൾ കുട്ടികളുടെ സ്വഭാവം, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഈ ജനറേഷനെ കൊണ്ട് ഒരു രക്ഷയില്ല, ജനറേഷനെ ഒന്ന് ബോധവൽക്കരിക്കണം. ജനറേഷനെ അല്ല ബോധവൽക്കരിക്കേണ്ടത്, അവരുടെ വളർത്തിയ രീതിയെയാണ് ബോധവൽക്കരിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിലാണെങ്കിലും കുട്ടികൾക്ക് ഒരു അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവർ അതിനനുസരിച്ച് നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ വീട്ടിലെത്തുമ്പോഴാണ് എല്ലാം കുഴപ്പമായി പോകുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതിനെന്ന് വെച്ചാൽ പിന്നെ നമ്മളെപ്പോഴും കുട്ടികളെ പഠിക്കാൻ മാത്രം പ്രോത്സാഹിപ്പിക്കുകയോ വേറൊരു കാര്യവും ചെയ്യിക്കാതെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് അനുസരിച്ച് നമുക്ക് അവരെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കണം എന്നുള്ള ഒറ്റ പരിപാടിയിൽ നമ്മൾ അവരെ വളർത്തി നമ്മൾ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല. അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. ആ ഒരു അവസ്ഥയിൽ
കോൺക്രീറ്റ് ബിൽഡിംഗ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയപ്പം ഞാൻ കണ്ട കാഴ്ച എന്നാന്ന് വെച്ചാൽ റിട്ടയർഡ് പേഴ്സൺസ് ആണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലി ഉണ്ടായിരുന്നു, റിട്ടയർഡ് ആണ്, അവർക്ക് ഇഷ്ടം പോലെ കാശുണ്ട്, മക്കൾ നല്ല നിലയിൽ നല്ല ജോലി ചെയ്യുന്നു. അവർക്കൊക്കെ എവിടെയെങ്കിലും ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവർ അവിടെ എല്ലാം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുവാണ്. ഒന്നുകിൽ വാടകയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇതിലും വലിയ വീടുണ്ടാക്കും. അപ്പൊ ഞാൻ ഒരു PWD എഞ്ചിനീയർ ആയിരുന്നു സാറ് കൈക്കൂലിയൊന്നും മേടിക്കാതെ നന്നായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ സാറ് ഒരു പുതിയ ബിൽഡിംഗ് കാണിക്കാൻ എന്നെ കൊണ്ടുപോയി. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഇങ്ങനെ കോൺക്രീറ്റ് ബിൽഡിംഗ് മുഴുവൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് നമുക്കൊരു മരങ്ങളൊന്നും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് ശരിയാണോ സാർ? പിന്നെ ഞാനൊരു കാര്യം കൂടെ സാറിനോട് പറഞ്ഞു. നമ്മൾ ഈ കല്ല് പൊട്ടിക്കുന്ന ഗോറി, ഇവിടെ നിങ്ങളൊക്കെ എന്നാ പറയുന്നത് എനിക്കറിയില്ല, ഇവിടെ ഗോറി എന്ന് പറയും. എന്നാ സാറേ പറയാറ് നിങ്ങൾ കല്ല് പൊട്ടിക്കുന്ന വലിയ സംവിധാനത്തിന്? മെഷീനാണോ? അല്ല, ഈ കല്ല് പാറ പൊട്ടിച്ച് വിൽക്കുന്നില്ലേ? അതിന് കോറി, കോറി തന്നെ പറയണേ, കോറി. അത് ക്രഷും ഗോറി എല്ലാം അങ്ങനത്തെ പിന്നെ അതുകൊണ്ട് പിന്നെ ജീവിക്കുന്നവർക്ക് ഒരിക്കലും ശാശ്വതമായ പ്രോഗ്രസ് ഉണ്ടാകില്ല. ഞാൻ ഈ അടുത്ത് ഒരു സ്ഥലത്ത് വായിച്ചു, അവരുടെ 3ാമത്തെ തലമുറ നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ശരിയല്ലേ? ഭൂമിയുടെ മാറി പിളർന്നാണ് അവര് കാശുണ്ടാക്കുന്നത്. ഭൂമിയെ നമ്മൾ അങ്ങനെ വെറും ഒരു വസ്തുവായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സാധനമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ വീടുണ്ടാക്കാൻ നമുക്ക് ഒരു കല്ല് പൊട്ടിക്കാൻ നമ്മുടെ സ്ഥലത്ത് തന്നെ ചിലപ്പോൾ ആ കല്ല് കാണും, അല്ലെ എവിടുന്നെങ്കിലും ഒരു വീടുണ്ടാക്കാനുള്ള കല്ല് പൊട്ടിക്കാനേ നമുക്ക് അധികാരമുള്ളൂ. അല്ലാതെ ഇതുപോലെ കല്ല് പൊട്ടിച്ച് ഇങ്ങനെ കാശുണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാം. ഈ പലിശക്ക് പൈസ കൊടുക്കരുത്, അവരുടെ കുടുംബം നശിച്ചു പോകുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിലും ഭയങ്കരമാണ് ഈ ബിസിനസ്. അങ്ങനെയുള്ള ആവശ്യത്തിൽ കൂടുതൽ ഒരു വീടിന് കല്ല് വേണം. അപ്പൊ സാറിനോട് പറഞ്ഞു, ഞാൻ കല്ലൊന്നും ഉപയോഗിച്ചില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ കല്ല് പൊടിച്ച മണലല്ലേ സാർ ഉപയോഗിച്ചത് ഫുള്ളും? അന്നേരം പറഞ്ഞു, അതെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ശരിക്കും ഇവിടെ നിയമം വേണം. ഒരാളുടെ പേരിൽ ഒരു വീട് മതി. അല്ലാതെ ഇപ്പൊ നോക്കിക്കോ, കാശുള്ളവരുടെയൊക്കെ പേരിൽ എത്ര വീടുണ്ട്, അങ്ങനെയാണ് നമ്മൾക്ക് ഈ കോൺക്രീറ്റ് കാട് കൂടുതലാകുന്നത് അല്ലേ? ഒരാളുടെ പേരിൽ എന്തിനാ ഒന്നിൽ കൂടുതൽ ബിൽഡിംഗ് എന്തിനാ? അതിനൊക്കെ ഒന്നും ഒരു നിയമമില്ല, ഇഷ്ടം പോലെ ഉണ്ടാക്കിയേക്കുവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ അമ്മാവൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു പാലായിലുള്ള ഒരു വീട്ടിൽ ഞാൻ പോയപ്പോൾ നല്ലൊരു അരുവിയാ വീടിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്നു. എനിക്ക് നല്ല തെളിഞ്ഞ വെള്ളം. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ അവിടെ ചെന്നപ്പോൾ ആ അരുവി അവിടെ കാണുന്നില്ല. അതിൻ്റെ അകത്തൊരു വലിയ ബിൽഡിങ്. അപ്പുറത്തെ വീട്ടുകാര് വിറ്റ് പോയപ്പം വേറൊരു ടീം വന്ന് വാങ്ങി, അവര് അതിന്റെ നടുക്ക് ഒരു വീടുണ്ടാക്കി, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, അവരുടെ ഗോഡൗൺ. അപ്പൊ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോ ഞാൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്, ആ വീടൊന്ന് ഒഴുകി പോയാൽ മതിയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര അരിശം വന്നുപോയി. അപ്പോ അവരോട് ഞാൻ ചോദിച്ചു, ആ ബിൽഡിങ്ങിന് വല്ല കുഴപ്പമുണ്ടോ, അതിലൂടെ വലിയ വെള്ളം വന്നില്ലേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇല്ല, ആ ബിൽഡിങ്ങിന് ഒരു കുഴപ്പവും പറ്റിയില്ല, അത്ര കൂടിയ വെള്ളമൊന്നും വന്നുമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ എന്തൊരു ഗ്രീഡാണത്! അത് തോടാണത്. തോടിന്റെ സ്ഥലം വേറൊരാൾ പിന്നെ അപ്പുറത്തെ വീട് വാങ്ങിയപ്പോൾ ആ വീട്ടുകാരൻ ആ തോടും കൂടെ അയാളുടേതാക്കി, അയാളുടെ സ്ഥലമാക്കി. ആലോചിച്ചു, നമ്മുടെ ഗ്രീഡ് എവിടെ എത്തുന്നെന്ന് നോക്കി. ഇപ്പുറത്തെ വീട്ടിലുള്ളവർ സാധുക്കളായതുകൊണ്ട് പരാതി കൊടുക്കുന്ന അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, പരാതി കൊടുത്ത് പോകുന്നത് ഇപ്പോഴത്തെ കാലത്ത്. താങ്ക് യു സാർ. ഒരു സ്റ്റക്കാകുന്നത് എന്തുകൊണ്ടാ സാറേ? അതെന്നാ ചെയ്യേണ്ടി? നോക്കാം. നെറ്റിന് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞായി മാസ്റ്റർ പറയും. താങ്ക് യു സാബു സാർ. ഓമന ടീച്ചർക്ക് ഒരു വലിയ സല്യൂട്ട്. എന്നെ സംബന്ധിച്ച് പഴയകാല ജീവിതങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് വിവരങ്ങൾ. ഞങ്ങളുടെ നാട്ടിൻപുറത്ത് കോൺക്രീറ്റ് പാലങ്ങളും റബ്ബറൈസ് റോഡുകളും അതുപോലെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്തൊരു കാലം. എല്ലാവരും പ്രകൃതിയുമായി ഇണങ്ങി കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി വളരെ സന്തോഷത്തോടു കൂടി സഹകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലം. വിവിധതരം തൊഴിലാളികൾ, പാരമ്പര്യ തൊഴിലുകൾ എടുത്ത് ജീവിക്കുന്ന അങ്ങനെ ഒരു വിഭാഗക്കാർ, ആശാരിമാര്, കൊല്ലന്മാര്, തട്ടാന്മാര്,
കുശവന്മാര്, മൂശാരിമാര്, പനമ്പ് ഉണ്ടാക്കുന്നവര്, മീൻപിടുത്തക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തൊഴിലാളികൾ. അതിൻ്റെയൊക്കെ പ്രധാനമായിട്ട് കൃഷി, കാർഷിക മേഖലയിലേക്ക് ഇറങ്ങി പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നൊരു കാലം. ഇത് ടീച്ചർ അതിനുപയോഗിച്ച പദം ഒരു പുതിയ പദമായിട്ടാണ് ബയോഫീലിയ. ഈ ബയോഫീലിയ എന്ന ആദ്യമായിട്ട് കേൾക്കുന്ന പദമാണ്. അതിന്റെ വിശദീകരണം കേട്ടപ്പോഴാണ് അതിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. നാട്ടിൻപുറങ്ങളിലൊക്കെ കൃഷി, എല്ലാവരും വളരെ സന്തോഷം. എല്ലാവർക്കും നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അന്ന് പട്ടിണിയൊന്നുമില്ല. എല്ലാവർക്കും വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ, പ്രകൃതിയിലേക്ക് ഇറങ്ങിയ ധാരാളം ഭക്ഷ്യവസ്തുക്കൾ. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ചാലിയാറായിരുന്നു. ഈ ചാലിയാറിലേക്ക് ഇറങ്ങിയാൽ ഇഷ്ടം പോലെ മത്സ്യങ്ങൾ, എല്ലാ കാലവും മീൻ പിടിക്കാൻ പറ്റിയ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ. ഇങ്ങനെയൊക്കെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു മനുഷ്യൻ്റെ. അന്ന് രോഗങ്ങളില്ല, ആർക്കും രോഗമില്ല, എല്ലാവർക്കും വളരെ സന്തോഷം. ഇങ്ങനെയൊക്കെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിക്കൊണ്ടുള്ള ജീവിതമാണ്. എല്ലാവർക്കും ആർക്കും രോഗമില്ല, താല്പര്യവും സന്തോഷവും ഉള്ളൊരു കാലം. അതിനൊക്കെ മാറ്റം വരുന്നത് ടീച്ചർ നേരത്തെ ഉപയോഗിച്ചുള്ള ബയോഫീലിയന്റെ വിപരീത മെറ്റീരിയലിസം. ഇത് വന്നതോടുകൂടിയിട്ടാണ്, സ്വാർത്ഥത വന്നതോടുകൂടിയിട്ടാണ് ഇതിലെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ബട്ട് ഓമന ടീച്ചർ നേരത്തെ സൂചിപ്പിച്ച വയനാട് വരെ, അവിടെ ഇപ്പോൾ കാപ്പിച്ചെടി തന്നെയുള്ളൂ. മറ്റുള്ളതൊക്കെ പോയി. അവിടെയും റബ്ബറൈസ്ഡ് റോഡുകളും കോൺക്രീറ്റ് ബിൽഡിങ്ങുകളും ഒക്കെ ആയിട്ട് എല്ലാതരം കൃഷികളും പോയി. ചായയും കാപ്പിയും തന്നെ അവിടെ പോയി ബാക്കിയുള്ളൂ. ഇവിടെ ഈ ഭാഗങ്ങളിൽ, ഞങ്ങളുടെ ഭാഗങ്ങളിൽ സംഭവിച്ചത് 57 EMSന്റെ കാലത്ത് വന്ന സർക്കാർ അത് ബിർല കമ്പനിക്ക് അവിടെ മാവൂര് റോളിയോറൻസ് ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തു. മെറ്റീരിയൽസിന്റെ തുടക്കം ഞാൻ പറയുന്ന കാർഷിക മേഖലയിൽ നിന്ന് വ്യാവസായിക മേഖലയിലേക്ക് കടന്ന് അതോടനുബന്ധിച്ച് മറ്റുള്ള പല മേഖലകളിലേക്ക് കടന്ന് മനുഷ്യന് മാറ്റം സംഭവിച്ചപ്പോഴും ഇതാകെ അട്ടിമറിഞ്ഞിവിടെ. പ്രകൃതി വിഭവങ്ങള്, മുള, കേരളത്തിൽ ഇഷ്ടം പോലെ മുളയുണ്ടായിരുന്നു. ഒരുപാട് ജീവികളുടെ വാസസ്ഥലം, മുളയിൻ്റെ അരി ഒരു ഭക്ഷ്യവസ്തു, ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ മുള കണ്ടമാനം മുറിച്ച് മാറ്റി കേരളത്തിൽ മുഴുവനും ആ റോ മെറ്റീരിയൽ ഇല്ലാതായപ്പോഴാണ് ആ കമ്പനി ഇവൻ അടച്ചുപൂട്ടി പോകുന്നത്. ഇവർ ചെയ്തത് എന്താണ്? ഈ കമ്പനിയുടെ വിഷപദാർത്ഥങ്ങൾ ചാലിയാറിലേക്ക് ഒഴിച്ച് ചാലിയാറാകെ മലിനമായി. സകല മത്സ്യസമ്പത്തും നശിച്ചു. വെള്ളം, എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന വെള്ളം, ചാലിയാറിൻ്റെ വെള്ളം, അത് ഉപയോഗശൂന്യമായി. 8ഓളം നദികൾ, പോഷക നദികളുള്ള ഒരു വലിയ നദിയാണ് ചാലിയാർ. ഫറൂഖിൽ ചെന്ന് അവസാനിക്കുന്ന, നിലമ്പൂർ കാടുകളിൽ തുടങ്ങി ഫറൂഖിൽ അവസാനിക്കുന്ന ഈ ചാലിയാർ അത് ഇന്നും ഉപയോഗശൂന്യമല്ലാതായിക്കൊണ്ടിരിക്കും. അത്ര അവസ്ഥയിലുള്ളത്. 62 ആരംഭിച്ച ഗോളിയോറൻസ് 2000 പൂട്ടിപ്പോകുന്നത്. എത്രയോ ആളുകൾ അതിൽ പ്രയാസങ്ങൾ, ഈ വിഷപദാർത്ഥങ്ങൾ ചാലിയാറിൽ ഒഴിച്ച് പ്രകൃതിയെ ആകെ നശിപ്പിച്ചത് കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് രോഗികളായി, പലരും ബുദ്ധിമുട്ടിലായി, പല പ്രശ്നങ്ങളും. അപ്പൊ ഇതൊക്കെ ഈ ബയോഫീലിയക്ക് വിരുദ്ധമായിട്ടുള്ള, പ്രകൃതിയോടുള്ള നമ്മുടെ കടപ്പാട് നിർവഹിക്കുന്നതിന് വിരുദ്ധമായി, അതിനെ സ്നേഹിക്കുന്നതിന് പകരം അതിനെ ദ്രോഹിക്കുന്ന നിലപാട് എടുത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതം ആകെ അട്ടിമറിഞ്ഞത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ഭാഗങ്ങളിലും മുഴുവൻ ചുറ്റുപാടുകളിലൊക്കെ നടക്കുന്നത്. നമ്മുടെ രാജ്യത്തും ലോകത്തും മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. മനുഷ്യനെ ആർത്തി പിടിച്ച് എന്താണ് നേടിയെടുക്കേണ്ടത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് അറിയാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന നമ്മുടെ സമൂഹം, അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാടുനീള ആശുപത്രികൾ, അതുപോലുള്ള ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും രോഗികൾ. ഇതൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു ടീച്ചർ സൂചിപ്പിച്ച ബയോഫീലിയ ഉൾക്കൊണ്ട്, ആ വികാരം ഉൾക്കൊണ്ട് ജീവിച്ച സമൂഹത്തിനുണ്ടായിരുന്നത്. ഞാനൊക്കെ അനുഭവിച്ച ആളാണ്.
ഞാനൊക്കെ ഈ സാബു സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ചളിയിൽ ഇറങ്ങി കൃഷി ചെയ്ത ആളാണ്. ഞങ്ങൾക്ക് കൃഷി സ്ഥലം ഉണ്ടാവും. അവിടെ ഇന്ന് കാണുന്ന ട്രാക്ടറും രാസവളങ്ങളും കീടനാശിനികളും ഒന്നും അല്ല അന്ന് ഉപയോഗിച്ചിരുന്നത്. കാളകൾ ഉപയോഗിച്ച് നിലം ഉഴുതു മറിക്കും, ചാണകം ചേർക്കും, പച്ചില ചേർക്കും, വെണ്ണീര് ചേർക്കും. എന്നിട്ട് വിവിധതരം ഫലപുഷ്ട വിത്തുകൾ, നല്ല വിളവും വൈക്കോലും കിട്ടുന്ന വിത്തുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യും. ധാരാളം നെല്ലുണ്ടാവും. ബാക്കി വരുന്നത് വിൽപ്പന നടത്തും, എല്ലാവർക്കും സഹകരിക്കും, പരസ്പരം എല്ലാവരും സഹായിക്കും. ഇങ്ങനെയൊക്കെയുള്ള സഹകരിച്ചുകൊണ്ട് ജീവിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ. അതിനൊക്കെ മാറ്റം വന്നു. മെറ്റീരിയലിസം നമ്മുടെ ആകെ തകിടം മറിച്ചു. മനുഷ്യന്റെ ചിന്താഗതിയിൽ മാറ്റം വന്നു. സ്നേഹവും സഹകരണവും കാരുണ്യവും അതൊക്കെ പോയി. മനുഷ്യൻ തമ്മിൽ കണ്ടുകൂടാതായി. പരസ്പരം കലഹിക്കുന്ന രീതിയിലേക്ക് ഇന്ന് മനുഷ്യൻ മാറി. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ വീണ്ടും നമ്മൾ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങണം, പ്രകൃതിയെ സ്നേഹിക്കണം. ഇങ്ങനെയുള്ള വലിയ ഒരു ചിന്താഗതി ടീച്ചർ ഇത് പഠിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ടീച്ചർ ഇത് അവതരിപ്പിച്ചത്. ഇത് ഇങ്ങനെയുള്ള ക്ലാസ് ഇവിടെ അവതരിപ്പിച്ചതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ടീച്ചറെ. ഇനിയും നിങ്ങൾ ഇതുപോലെയുള്ള സബ്ജക്റ്റുമായി വരണം. വയനാട്ടിലെ സംരക്ഷിക്കാൻ ടീച്ചർ രംഗത്ത് വരണമെന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദനങ്ങൾ. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. തീർച്ചയായും. ഓക്കെ, ഇനി ആരാ? ഡോക്ടർ, പാലക്കാടിലേക്ക് നമുക്ക് തിരിഞ്ഞാലോ? സുധർണ കേൾക്കാമോ? ഇനി ആരാ ഉള്ളേ? ജസീന, സ്നേഹലത മാം. പറയട്ടെ സാർ. പറയൂ. ഓമന ടീച്ചർ വളരെ നന്നായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു. അഭിപ്രായങ്ങൾ പറഞ്ഞവർ എല്ലാവരും എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ ഒന്നുമില്ല. എന്നാലും എനിക്കൊരു പരാതി ഉള്ളത്, ഈ ഇംഗ്ലീഷുകാരുടെ കവിത മാത്രമേ ഉള്ളായിരുന്നോ? നമ്മുടെ ചങ്ങമ്പുഴയും നമ്മുടെ കുമാരനാശാനും എല്ലാം എന്ത് നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് പറഞ്ഞൂടെ ടീച്ചറെ? പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്നു തേന്മാവ്, പൂക്കുന്ന ശോകം, വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പോവാൻ, പിന്നെ കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാന്തി കുലുങ്ങി കുലുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. അതെല്ലാം പോയി കഴിഞ്ഞു. ഒന്നും നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല ടീച്ചറെ. താങ്ക് യു വെരി മച്ച്. സാറേ, സാബു സാർ നമസ്കാരം. അതായത് വയനാട്ടിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ ട്രിപ്പ് പോയി. കഴിഞ്ഞ പ്രാവശ്യം പൂപ്പൊലി കാണാനൊക്കെ പോയി. ഇപ്പൊ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് കവിത വായിക്കുമ്പോൾ ഞാനും വിചാരിച്ചു അങ്ങനെ. പക്ഷെ നമ്മുടെ വയലാറൊക്കെ കവിത ചൊല്ലിയിട്ടുണ്ട്. വയലാറിന്റെ ഒക്കെ കവിത ഉണ്ടല്ലോ, പുഴകൾ മലകൾ പൂവനങ്ങൾ ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണൽ പുറങ്ങൾ. അതിപ്പോ ഇല്ല സംഭവം. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു ഈ കവിത അങ്ങനെ ഇപ്പം കേൾക്കാറുമില്ല. അതായത് ഓമന ടീച്ചർ പറഞ്ഞ പോലെ നമ്മുടെ പ്രകൃതിനെ നമ്മളിപ്പം ഇല്ലാതാക്കുകയായിരുന്നു. കാരണം മരങ്ങൾ പണ്ടെല്ലാം കുറച്ച് നടന്നു കഴിയുമ്പോ റോഡ് സൈഡ് ഇവിടെ എത്തുമ്പോ ഒരു മരം ഉണ്ടല്ലോ, ഇവിടെ കുറച്ചു നേരം നിൽക്കാന്ന് പറയുമ്പോ ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പൊ ഇല്ല, ഒരു മരം പോലും റോഡ് സൈഡ് കാണാനില്ല. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പകാലത്തിലെ കാര്യം ഓർമ്മിക്കുമ്പോ എനിക്ക് വളരെ സന്തോഷമാണ് ടീച്ചറെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ജീവിച്ച സമയത്ത് നമ്മളെ ഒരു ചെറിയ സ്ഥലത്താണ് വീടുണ്ടായത്, കാസർഗോഡ്. 9ൽ പഠിക്കുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ഒരു മൈലാഞ്ചി ചെടി, വലിയൊരു റോസാ ചെടി, പിന്നെ ഈ ആനക്ക് കൊടുക്കുന്ന ഈന്തല്, പിന്നെ എന്താ പറയണ്ട ആട് കഴിക്കാത്ത ആടലോടകം, പിന്നെ സീതാപ്പഴം, പിന്നെ എല്ലാം ഉണ്ട്. അപ്പം ഊഞ്ഞാല് കെട്ട. അപ്പം പക്ഷി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എന്നെ വിളിച്ചിട്ട് നല്ല മഴ പെയ്ത സമയത്ത് മൈലാഞ്ചി മരത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മഴ പെയ്ച്ചിട്ട് എന്റെ തലയിൽ നനച്ചതെല്ലാം എന്റെ ഓർമ്മയിൽ വന്നു ടീച്ചറെ ക്ലാസ്സിൽ.
അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴും നല്ല 14 സെന്റിൽ കുമാരേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കൃഷിയായിട്ട്, പ്രകൃതിയായിട്ട് നല്ല ഇതാണ്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നി 4-5 പ്ലാവും മാവും പിന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാരും വന്നു കഴിയുമ്പോ പറയും ഈ ഇതിലെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നല്ലെന്ന്. മാഡത്തിന്റെ ക്ലാസ് ഉണ്ടല്ലോ, വളരെ നല്ല ക്ലാസ് ആണ്. കാരണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം മാം. അതിപ്പോ ചെയ്യാത്തോണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമാണത്. കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം മുമ്പ് നടന്നിട്ട് പോകുമ്പോഴ് നമ്മളെ ബാഗിൽ എന്താ ഉണ്ടാവുക, ആ ബോക്സിൽ മഷിത്തന്നെ ഉണ്ടാവും സ്ലേറ്റ് മായ്ക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം നമ്മൾ അത് കരുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ്. മാങ്ങക്ക് കല്ലെറിഞ്ഞിട്ട് മാങ്ങ പറിച്ച് തിന്നാന്നുള്ള എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ്, ഇതിപ്പോഴും മറക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മള് കോൺവെന്റ് സ്കൂൾ ആയതുകൊണ്ട് മെഡോണ AUP സ്കൂളാണ്. അപ്പൊ എല്ലാവർക്കും അവിടെ എത്തിക്കഴിയുമ്പോൾ ചൂലുണ്ടാക്കണമെങ്കിൽ തണൽ മരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ 10 ഓലന്റെ ഇത് തന്നിട്ട് ചൂലുണ്ടാക്കണം. അതുപോലെ കടലാസ് പൂക്കൾ ഇങ്ങനെ ഈർക്കിളിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ തൂവാലയിൽ ഇങ്ങനെ അങ്ങനെ ഒരു എന്താ പറയുക ഇഷ്ടത്തോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ടും നമ്മളെ പ്രകൃതി എന്താ നമുക്ക് ശരിക്കും അറിയാം. അതുപോലെ ഇപ്പൊ ചില സ്കൂളിലൊക്കെ അതിനിടയിൽ കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സുനാമി പോലെയുള്ള സംഭവങ്ങളെല്ലാം ഇല്ലാതായത് ഈ കണ്ടൽക്കാടിനെ കൊണ്ടാണ്. കണ്ടൽക്കാട് ഇങ്ങനെ മീന് പിന്നെ ചെമ്മീൻ കൊഞ്ചൊക്കെ മുട്ടയിടാൻ മാത്രമല്ല, പിന്നെ അത് കൂടാതെ ഈ സുനാമിനെ തടഞ്ഞു നിർത്തിയിരുന്നു എന്നാ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിലിപ്പം ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട് മാത്രമേ അതില്ലാതുള്ളൂ. ബാക്കി എല്ലാ ജില്ലയിലും കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് മീനിന്റെ പ്രജനന കേന്ദ്രം മാത്രമല്ല, ചുഴലിക്കാറ്റിനാണെങ്കിലും മറ്റു രീതിയിലുള്ള വലിയ ശക്തിയുള്ള തിരമാലകളെയെങ്കിലും തടഞ്ഞു നിർത്തുന്ന പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം എന്ത് തന്നെയായാലും പിന്നെ മാഡത്തിന്റെ ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം എന്താ സാബു സാറിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഗ്രീഡ് പറഞ്ഞില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ട എന്താ പറഞ്ഞാല് ശരിയാണ് മാം. ഈ കോൺക്രീറ്റ് അവസരം ഇത് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇവിടെ കൊണ്ടിടണ്ടേ എന്നുള്ള ഒരു വിചാരമുണ്ട് നമുക്കൊരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ. അങ്ങനെയുള്ള ഇതില് വീട് കെട്ടിയിട്ട് ഒരു വീട് കെട്ടി 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്ക് വേറെ സ്ഥലത്ത് വീട് കെട്ടി ഇങ്ങനെ വെറുതെ കെട്ടിക്കൊണ്ടിരിക്കുക. എന്തിനാന്നുള്ള ആരും ചിന്തിക്കാറില്ല. മാം പറയുമ്പോ ഞാനത് ആലോചിച്ചത്, എന്തിനാ ഇങ്ങനെ വീടൊക്കെ കെട്ടിക്കൊടുത്തോണ്ടിരിക്കുന്നത്? അതിന് പകരം 10 സെന്റ് അല്ലെങ്കിൽ 1/2 ഏക്കർ സ്ഥലം കിഴക്കോട്ട് എടുത്തിട്ട് അങ്ങനെ കുരുമുളകോ പിന്നെ റബ്ബറോ വെച്ചിട്ട് അതിനെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ നല്ല സുഖമോ, കുഞ്ഞു വീട് കെട്ടിയിട്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സാബു സാർ. ഓക്കെ, താങ്ക് യു. ശുദ്ധോന ഡോക്ടർ റെഡിയായോ? ഞാൻ കേൾക്കുന്നുണ്ടോ സാർ? ഉണ്ട്, പറയൂ. ഇവിടെ നെറ്റ് ഇത്തിരി പ്രോബ്ലം ആയതുകൊണ്ട് ഫോണിലേക്ക് മാറിയതാണ്. അപ്പോൾ ഞാൻ ഒരു ഓമന ടീച്ചർ അംഗമായിട്ടുള്ള ഒരു പ്രകൃതി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ടീച്ചർ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു, പറഞ്ഞു. സന്തോഷം. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ടത് ഈ അനാട്ടമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ്. അത് ഒരു ഗംഭീരമായൊരു പോയിന്റായിട്ടാണ് എനിക്ക് ഇത്. പരിസ്ഥിതി നോസ്റ്റാൾജിയൊക്കെ എല്ലാവർക്കുമാണ്, എല്ലാവരും പറയും. പക്ഷെ നല്ല കോൺക്രീറ്റ് വീടൊക്കെ കെട്ടിക്കോളും, അത് പൊക്കോട്ടെ. പക്ഷെ ഈ മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള ആ ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചറും അതേപോലെ എല്ലാവരിലും ഒരു കൊലപാതകി, ഒരു മർഡറർ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ ശരിയാണ്. കാരണം കൊതുകിനെ അടിച്ചു കൊല്ലുമ്പോഴും ഒക്കെ നമുക്ക് എന്തോ ഒരാളിനെ കീഴ്പ്പെടുത്തിയൊരു സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്യും ആ കൊതുക് നമ്മുടെ ദേഹത്ത് ഇരിക്കാനും അപ്പോൾ വീശി ഒരു അടി കഴിക്കാനും അതിനെ കൊല്ലാനും ഒക്കെ. അപ്പോൾ അതൊരു വലിയൊരു ഈ ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ്സിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ടാണ് മാഡം അത് അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൽ ഈ എവല്യൂഷൻ, ഉള്ളിലെ മൃഗത്തിന്റെ പെരുമാറ്റങ്ങളുടെ ചേഷ്ടകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് എനിക്ക് വലിയ സന്തോഷം തോന്നി. പണ്ട് നസീറും ഷീലയൊക്കെ മരം ചുറ്റിയായിരുന്നു പ്രണയിച്ചിരുന്നത്. അന്നത്തെ പ്രണയത്തിന്റെ ഗംഭീര തീവ്രത ഈ മരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് സംശയിക്കാം. ഇപ്പൊ ഒന്നും മരം ചുറ്റിയൊന്നും ഇല്ലല്ലോ, ഇപ്പൊ ഓഫീസിലും അങ്ങനെ ഒക്കെ ഉള്ള ഇതിൽ. അപ്പൊ ഈ മരത്തിന് ചുറ്റുള്ള മൈക്രോ ക്ലൈമറ്റ് അതൊരു ഗംഭീര സംഭവമാണ്. പിന്നെ 2 പേരെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ ഒരു ഇതിൽ കണ്ടില്ലേ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പെരിയപുരം, അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് രാവിലെ ഒരു സഞ്ചിയിൽ കുറച്ച് ഇതൊക്കെ പിടിച്ചിട്ട് കൈക്കോട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ സിനിമാടൻ ജയസൂര്യ
കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കും, അദ്ദേഹം ഈ ഹാർട്ട് സർജറി ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം കൃഷി ചെയ്യലാണ്. അതേപോലെ ഡോക്ടർ ഗംഗാധരൻ ക്യാൻസർ ഓങ്കോളജിസ്റ്റ്, അദ്ദേഹം ഇപ്പം അട്ടപ്പാടിയിൽ വന്ന് സ്ഥലമൊക്കെ മേടിച്ചിട്ട് കൃഷി ചെയ്യുന്നു, അങ്ങനെ ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരു കൃഷി നമ്മുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന ഒന്നാണ്. ഇപ്പോൾ ഒരുപാട് പേര് വൈറ്റമിൻ ഡി ക്യാപ്സൂൾ കഴിക്കുന്നുണ്ട്. വെയിൽ കൊണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞാലും ധാരാളം പേര് വൈറ്റമിൻ ഡി, ഓമന മാഡം ഒരിക്കൽ പറഞ്ഞു വൈറ്റമിൻ ഡി ഓവർ കഴിച്ചിട്ട് ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി എന്ന് പറയുണ്ടായി. അപ്പോൾ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ എന്തായാലും കുറേ ചിന്തകളൊക്കെ ഉണ്ടാവാൻ ഇത് സഹായിച്ചു. പിന്നെ ഈ ഒരു ദിവ്യത്വം കിട്ടണമെങ്കിൽ മരത്തിന്റെ ചോട്ടിലൊക്കെ ഇരിക്കണം. കാരണം നാളെ ഇപ്പൊ ഈ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനാണ്. അദ്ദേഹം ഈ ഗുരുവായിട്ടും ദിവ്യനായിട്ടൊക്കെ മാറിയത് മരുത്വാമലയിലെ ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടാണ്. ബുദ്ധൻ മരച്ചോട്ടിലിരുന്ന് നമുക്കറിയാലോ അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ഉണ്ടായതും ഒക്കെ നമുക്കറിയാം. എന്തായാലും കുറെ പ്രകൃതി ചിന്തകളൊക്കെ ഉണർത്തിയതിൻ്റെ ഒപ്പം ഒരു മനോഹര പദം കൂടെ, ബയോഫീലിയ എന്നൊരു പദം കൂടെ ഓമന ടീച്ചർ സമ്മാനിച്ചതിൽ സന്തോഷം പറയുന്നു. അപ്പോൾ ഈ ഇപ്പോൾ എല്ലാവരും തന്നെ വീട്ടിൽ പുതിയ ആർക്കിടെക്റ്റുകളെല്ലാം തന്നെ വീട്ടിലൊരു ഭാഗത്ത് വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് ചെടികളും ഒക്കെ വെക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം. യൂറോപ്പിലും ഒക്കെ നമുക്ക് പോയാൽ അറിയാം, അവിടെ ഈ ബാൽക്കണി മുഴുവൻ പൂച്ചെടികൾ നിറഞ്ഞതും അതേപോലെ തന്നെ ഒരുപാട് ഈ വീടും ചെടിയും തമ്മിൽ വലിയ ഒരു മനോഹരമായ ഒരു കോമ്പിനേഷനിൽ അവരൊക്കെ വളർത്തുന്നുണ്ട്. നേച്ചർ ആൻഡ് ഹ്യൂമൻ നർച്ചർ എന്നുള്ളത് വളരെ ഗംഭീരമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പാടത്തിറങ്ങി നടക്കലും വരമ്പിലൂടെ നടക്കലും അതേപോലെ ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടാക്കലും. ഈ എനിക്ക് വേറൊരു പുതിയ ഒരു അറിവ് കിട്ടിയത്, ഈ ബസ്സിൽ കയറി പോകുന്ന പിള്ളേർ പ്രകൃതിയെ കാണുന്നില്ല, മണ്ണിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഡിസ്ട്രക്റ്റീവ് നേച്ചറൊക്കെ. അപ്പൊ അവര് യഥാർത്ഥത്തിൽ ഈ ജലം ഒരു ആയുധമായിട്ട് പ്രയോഗിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇപ്പൊ പോലീസ്. അപ്പൊ ഇത് ഈ കുളത്തിൽ കുളിക്കാൻ ഭാഗ്യമില്ലാത്തവർക്കൊക്കെ സമരത്തിനിറങ്ങി ജലം കൊണ്ടുള്ള അടി കിട്ടുന്നതും ഒക്കെ ഒരു കണക്കിന് നല്ലതാണെന്ന് തോന്നുന്നു. എങ്കിലും കുറെ പ്രകൃതി ചിന്തകളൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ട് ഓമന ടീച്ചറിന്റെ ഈ അവതരണം ഞാനതങ്ങനെയാണ് ആസ്വദിച്ചിരുന്നതൊക്കെ. അപ്പൊ ഈ തിരുവനന്തപുരത്ത് മന്ത്രിമാരും മറ്റേവരും എല്ലാം മന്ത്രിമന്ദിരങ്ങൾക്ക് ചുറ്റുമൊക്കെ നല്ല പൂന്തോട്ടമുണ്ട്. അല്ലാത്തവരൊക്കെ ഇവിടെ മ്യൂസിയത്താണ് നടക്കാൻ പോകുന്നത്. മ്യൂസിയത്തിൽ നടക്കാൻ പോകുമ്പോൾ ധാരാളം മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ കണ്ടതിൻ്റെ ഇടയിലൂടെ ഒക്കെ നടക്കുന്നതുകൊണ്ട് ഈ തിരുവനന്തപുരത്തെ ആളുകളുടെ അഗ്രസീവ്നെസ്സിനൊക്കെ ഒരു കുറവുണ്ടാവും വരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു 2 അംഗരക്ഷകരുടെ ഒപ്പം നടന്നു നീങ്ങുന്ന മന്ത്രിയും MLA-യും ചീഫ് സെക്രട്ടറിയൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് പോയി കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്തായാലും പ്രകൃതി ചിന്തകൾ ഉണർത്തുന്ന ഒരു നല്ല ക്ലാസ് ബയോഫീലിയ. അപ്പൊ അതിൽ ഇടയ്ക്ക് ഇത്തിരി നെറ്റ് പ്രോബ്ലം ഉണ്ടായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല അവതരണമായിരുന്നു. താങ്ക് യു. കൺക്ലൂഡ്. താങ്ക് യു ഡോക്ടർ. മനോജ് ഒന്നുകൂടെ പറയാമോ? പറഞ്ഞാല് എനിക്ക് പറയാൻ പറ്റിയ തെങ്ങിന്റെ കാര്യം, തെങ്ങ് ഏൽപ്പിച്ചെന്ന് അറിയില്ല കുട്ടികളെ, അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. മനോജ് ഒന്നുകൂടെ അഡ്മിറ്റ് ചെയ്യാമോ? അവനും കേട്ടോന്നറിയില്ല. സർ പറയും. അല്ല ഈ എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് നമ്മൾ എക്സ്പീരിയൻഷ്യൽ ആയിട്ട് ചെയ്യുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ. നമ്മള് ഇവിടെ വീടിനോട് ചേർന്ന് ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതൊരു 27 വർഷം മുമ്പാണ് ഞാൻ അവിടെ തൈകളൊക്കെ നടാൻ തുടങ്ങിയത്. അത് സ്വാഭാവികമായിട്ടുണ്ടായ ഒന്നൊരു കാടാണ്. അതായത് എല്ലാ വൃക്ഷ തൈകളും നമ്മൾ നട്ടു. പിന്നെ നമ്മൾ പ്രൂണിങ് വീഡിങ് ഇല്ല. അപ്പോൾ ഒരു നാച്ചുറൽ ഫോറസ്റ്റ് ആയി അത് വരും. പിന്നെ കഴിയുന്നത്ര നോൺ വയലന്റ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഒരു പ്രാണിയെ പോലും നോവിക്കില്ല. ആ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അതായത് വിത്തുകൾ പാകുന്നു, തൈകൾ നടുന്നു, പിന്നെ ഇടപെടില്ല. നമ്മുടെ ഇടപെടൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അമ്മയുടെ പേരിൽ ഒരു 80 സെന്റ് സ്ഥലം ചെറായി ബീച്ചിലുണ്ട്. ബീച്ചിനോട് അടുത്താണത്. പൊക്കാളിപ്പാടത്തോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഞാൻ 2020 ഫെബ്രുവരി 17-നാണ് ആദ്യമായിട്ട് തൈകൾ നടാൻ തുടങ്ങിയത്. അവിടെയും ഒരു 5 വർഷം കൊണ്ട് ഒരു കുട്ടിവനം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ എല്ലാം ഇതൊന്നും ഒരു ഈൽഡ് ഒന്നും ഇല്ല കേട്ടോ. അത് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഇങ്ങനെ വെറുതെ കാടുണ്ടാക്കിയിട്ട് എന്താ കാര്യം. പക്ഷേ അവിടെ നമ്മൾ എല്ലാ വൃക്ഷങ്ങളും നട്ടിട്ടുണ്ട്. പ്ലാവ്, മാവ്, പിന്നെ മാംഗ്രോവ്സ് നാച്ചുറൽ ആയിട്ട് അവിടെ ഉണ്ട്. മാംഗ്രോ അസോസിയേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു കുട്ടികൾ വരുമ്പോൾ ഈ ഒരു മാംഗ്രോ ഇക്കോസിസ്റ്റം എന്താണെന്ന് പരിചയപ്പെടുത്താൻ പറ്റും. വരുന്ന കുട്ടികളെ കൊണ്ട് പറമ്പിന് ചുറ്റും ഉള്ള പൊക്കാളിപ്പാടത്ത് നമ്മൾ കണ്ടലിന്റെ തൈകൾ നടിയിക്കും. പ്രാന്തകണ്ടൽ, പേനക്കണ്ടൽ.
അപ്പോൾ വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം എന്താണെന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പം എൻ്റെ പണി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിലുള്ള ഒരു സ്പേസ് ഒരുക്കുക, അതാണ് എൻ്റെ പണി. ഞാൻ കുട്ടികളെ ഒന്നും പഠിപ്പിക്കാൻ ശ്രമിക്കാറില്ല. ദേ ആർ നാച്ചുറൽ ലേണേഴ്സ്. അപ്പോൾ നമ്മൾ ഒന്നും പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതിനുള്ള അറിവ് എനിക്കില്ല. പക്ഷേ ഇവരെയും കൊണ്ട് നാട് മുഴുവൻ നടക്കും. നമ്മൾ കണ്ടൽ പദയാത്രകൾ നടത്താറുണ്ട്. വൈപ്പിൽ 400 ഏക്കറോളം കണ്ടൽ കാടുകൾ ഉണ്ടായിരുന്ന ഒരു ഇടമാണ്, അത് പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിന് സംഭവിക്കുന്നതെന്ന് നേരിട്ട് കുട്ടികൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അതായത് നമ്മൾ അവരോട് നാച്ചുറൽ ഫാമിംഗ് ചെയ്യൂ, പ്രകൃതിയെ സംരക്ഷിക്കൂ എന്ന് പറയുന്നതിന് പകരം എന്താണ് സംഭവിക്കുന്നതെന്ന് നേരിട്ട് കുട്ടികൾ കാണുകയാണ്. നേരിട്ട് ഇവർക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുകയാണ്. അപ്പോൾ വഞ്ചിയാത്ര ഉണ്ടാവും. ഇതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് നമ്മൾ നടക്കുന്നു. ഓക്കെ, അത് എക്സ്പീരിയൻഷ്യലായിട്ട് ബയോഫീലിയെ പുതിയ ജനറേഷനിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് മനോജിലൂടെ ചെയ്യുന്നത്. ഓമന മാം ഇടയ്ക്ക് ബ്രേക്ക് ആയപ്പം ഞങ്ങളൊന്ന് സംസാരിച്ചായിരുന്നു. മാം ഒന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചൊന്നുകൂടെ പറഞ്ഞു. താങ്ക് യു. താങ്ക് യു സർ. അത് മനോജ് സാർ എന്നാ ചെയ്യുക ആക്ച്വലി? ഞാൻ എൻ്റെ ജോലി ഡാറ്റ റിക്കവറി ആയിരുന്നു. ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. പക്ഷെ ഞാനിപ്പോൾ അതെല്ലാം നിർത്തി ഇപ്പോൾ ഇതുപോലെയുള്ള പറവൂര് ഒരു നാടൻ തൈകളുടെ നഴ്സറി, നേറ്റീവ് പ്ലാന്റ് നഴ്സറി, പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫാം സ്കൂൾ ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ ചെറായി ബീച്ച് എന്ന് പറഞ്ഞത് എവിടെയാ? എൻ്റെ വീട് എടവനക്കാടാണ്. ഈ സ്ഥലം നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് ഈ പറയുന്ന ചെറായി ബീച്ചിനോട് അടുത്തുള്ള സ്ഥലത്താണ്. അവിടെ നമ്മൾ സ്ട്രക്ചർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ പ്രധാനമായിട്ട് ക്ലാസ് എന്ന് പറയാൻ പറ്റൂല, കുട്ടികൾ വരുന്നു, നമ്മൾ ചെയ്ത കാര്യങ്ങൾ കുട്ടികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നു. അതുകൂടാതെ പറവൂരുള്ള സ്ഥലത്ത് നമ്മൾ അവിടെ 2 day 3 day ക്യാമ്പ്സ് സംഘടിപ്പിക്കാറുണ്ട്. ഇതുപോലെ അതായത് നാച്ചുറൽ ഫാമിങ്ങിന്റെ ബേസിക്സ്. പിന്നെ പക്ഷേ മുറിയിലിരുന്നുള്ള ഒരു സെഷനും ഇല്ല. നമ്മൾ ഇപ്പോൾ ഒരു 2 day അല്ലെങ്കിൽ 3 day ക്യാമ്പ് നടക്കുകയാണെങ്കിൽ MSW BSW സ്റ്റുഡൻസിന് വേണ്ടിയാണ് കൂടുതൽ നമ്മൾ ചെയ്യണത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവരെയും കൊണ്ട് നമ്മൾ വൈപ്പിൻ മുഴുവൻ, അതായത് വൈപ്പിന്റെ ഒരു ജോഗ്രഫി, വൈപ്പിൻ ഇസ് എ സിങ്കിങ് ഐലൻഡ്, അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്വീപിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കണ്ടൽ നട്ട് ഇനി വൈപ്പിനെ സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്. എങ്കിലും മാംഗ്രോവ്സിന്റെ കൺസർവേഷൻ റെസ്റ്റോറേഷൻ ഒക്കെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ. കൊല്ലത്താണല്ലേ? കൊല്ലത്തിൽ എറണാകുളത്ത് വൈപ്പിൻ. എറണാകുളത്ത് തന്നെയാണോ? വൈപ്പിൻ. ചെറായി എന്ന് പറഞ്ഞപ്പോ ചെറായി ഒക്കെ എറണാകുളമാണ്. എറണാകുളം, ആലുവ, കണ്ണൂര് ചിറക്കൽ എന്നുള്ളതിനോട് ഒരു സാമ്യം തോന്നി പെട്ടെന്ന്. ഇല്ല, പറവൂരിനടുത്താണ്. പറവൂരിന്റെ കോസ്റ്റൽ ഏരിയ എന്ന് പറയാം. ആളുകൾക്ക് ഒരു തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇനി എത്രത്തോളം അത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. കാരണം അത്രത്തോളം നശിപ്പിച്ച് വെച്ചിരിക്കുവല്ലേ. ഓരോ ഏരിയയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. മനോജ് സാർ, ചെറായി ബീച്ച് അവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടാവാറില്ലേ? ഇപ്പൊ അവിടെ ധാരാളം പേര് ഈ ടൂറിസം റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ കടമുക്കുടിയിൽ വലിയ രീതിയിൽ ടൂറിസം വരുന്നുണ്ട്. അപ്പം കടമുക്കുടിയേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് നമ്മുടെ വൈപ്പിൻ എന്ന് പറഞ്ഞാൽ നീളം 25 കിലോമീറ്റർ ആണ്, വീതി ഒരു 4-5 കിലോമീറ്റർ, 5000 ഹെക്ടറോളം പൊക്കാളി പാടങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം പതുക്കെ കൃഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് പേര് മാത്രമേ ഇപ്പൊ കൃഷി ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പൊക്കാളി ഫാമിംഗ് വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അതായത് നമ്മൾ നിലമൊരുക്കുന്നതായിട്ട് കൊയ്ത്ത് വരെയുള്ള കാര്യങ്ങൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട്. അപ്പം റിവൈവ് ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇനി പുതിയ തലമുറ ഈ മണ്ണില് ഈ ചെളിയിലൊന്നും ഇറങ്ങി. കാരണം പൊക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ മെക്കനൈസേഷൻ ഇല്ല, എല്ലാം നമ്മൾ കൈകൾ ഉപയോഗിച്ച് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പുതിയ തലമുറ ഈ ചെളിയിൽ ഇറങ്ങൂല. പിന്നെ കണ്ടൽ നടാനാണെങ്കിലും ഇപ്പൊ ഞാൻ എല്ലാ ചതുപ്പിലും ഇറങ്ങും. ഇപ്പൊ കണ്ടലുള്ള സ്ഥലം അറിയാലോ, വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വേസ്റ്റും ഉണ്ടാവും. അപ്പൊ എനിക്ക് അതിന് മടിയില്ല. പക്ഷെ പുതിയ തലമുറ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പക്ഷേ കുട്ടികളുടെ ഗ്രൂപ്പുകളെ നമ്മൾ ഇതിലേക്ക് കൺസർവേഷനിലേക്ക് റെസ്റ്റോറേഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. NSS പോലത്തെ കുട്ടികളെ എന്തായാലും ക്യാമ്പിനെല്ലാം പോകുമ്പോ മസ്റ്റ് ആണെങ്കിൽ അവർ ചെയ്യും സാറേ. മസ്റ്റാണെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കുറവെന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. യെസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. വളരെ വലിയൊരു ഇൻഫർമേഷൻ ആണ്. ബയോഫീലിയോട് കൂടി ഒരു പ്രായോഗിക തലം പലയിടത്തും ചെയ്യുന്നുണ്ട്. എങ്കിലും അതൊരു സിംഗിൾ എഫേർട്ട് അല്ലേ, ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്? അതെ, ഞാൻ റീവൈൽഡിൽ നിന്ന് അത് എൻ്റെ ഒരു ഒറ്റയാൾ
പ്രസ്ഥാനമാണ്. പിന്നെ ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് വൈപ്പിനില്. നമ്മളിവിടെ നായരമ്പലം കേന്ദ്രമാക്കിയിട്ട്, അതായത് വൈപ്പിൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ജനകീയ കൂട്ടായ്മയിലൂടെ ഒരു പരിഹാരം. അപ്പൊ അതില് കണ്ടൽക്കാടുകൾ സംരക്ഷണം, പിന്നെ ബയോഡൈവേഴ്സിറ്റി, അതായത് പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, ഈ വർഷം നല്ലൊരു PBR ഉണ്ടാക്കാനുള്ള ശ്രമം, അങ്ങനെ ജൈവവിദ്യയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഓക്കെ, ഇനി ആരെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എന്തെങ്കിലും? എനിബഡി എൽസ്? ഹരി പ്ലീസ്, ഹരിയുടെ ആലപ്പുഴയെ കുറിച്ച് പറയൂ. ഓക്കെ, സാറേ, ഇവിടെ നീലേശ്വരത്തെ ഒരു ശാസ്ത്രജ്ഞൻ ദിവാകരനെ അറിയോ സാറേ? മനോജ് സാറിന് തിരുവനന്തപുരത്തൊക്കെ കണ്ടൽക്കാടുകൾ എല്ലാ സ്ഥലത്തും എത്തിക്കുന്നുണ്ട്. എന്റെ SSLC ബാച്ച്മേറ്റും കൂടിയാണ്. ഒരുപാട് അവാർഡെല്ലാം കിട്ടിയ. ആലപ്പുഴയിലുണ്ട്, ആലപ്പുഴയിൽ ഒരു സാറുണ്ടല്ലോ. ഇത് നീലേശ്വരത്താണ്, നീലേശ്വരത്ത് ദിവാകരേട്ടനല്ലേ? അറിയാം. എല്ലായിടത്തും എത്തി. എന്റെ SSLC ബാച്ച്മേറ്റും കൂടിയാണ്. ഞങ്ങള് കണ്ണൂർ കണ്ടൽ പ്രോജക്റ്റിൽ ഒരു 2 ഡേ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ദിവാകരേട്ടനെ അടുത്തറിയാം. സർ, ജയകലതമാൻ പറഞ്ഞില്ലേ ഞാൻ ഇംഗ്ലീഷുകാരുടെ കവിതകൾ മാത്രമേ എടുത്തുള്ളൂ എന്ന്. ഞാനത് ആരെങ്കിലും പറയുമോ നോക്കാൻ വേണ്ടി കരുതിക്കൂട്ടി എടുത്തതാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇപ്പൊ 8th ഹാബിറ്റ്, 7th ഹാബിറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഐഡിയാസും നമ്മുടെ ഉപനിഷത്ത്, പുരാണങ്ങള് എന്നെല്ലാം എടുത്താണ് അവരതെല്ലാം പഠിച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. പക്ഷെ അവിടെ കൊണ്ടുപോയി അത് ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് തരുമ്പോഴേ നമുക്കത് ദഹിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രതിഷേധം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് കവിതകൾ. സത്യത്തിൽ അത് പ്രതിഷേധമല്ല മാം. അപ്പൊ മാം പറഞ്ഞ പോലെ ഈ പറയുന്ന ഇന്ത്യയിലെ ഈ പൈതൃകം എന്ന് പറയുന്നത് അതിഭയങ്കര റിച്ച് ആയിട്ടുള്ള സാധനം. പക്ഷെ ഇതിനെ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയില്ല. ഒന്നുകിൽ ഇത് ഭയങ്കര കഠോരമായി പോകും, ഇല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു ഇത് വരത്തില്ല. അതിന് സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഇല്ലാത്തതുകൊണ്ടാണ് വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് സാറേ, ആ ഗാന്ധിജി പറഞ്ഞ ആ കോട്ടില്ലേ, നമ്മുടെ ഗ്രീഡിനുള്ളതൊന്നും ഇവിടെ ഇല്ല, ഭൂമിക്ക് തരാൻ പറ്റിയല്ല, നീഡിനുള്ളതേ തരാൻ പറ്റൂന്ന്. അത് മാത്രം മതി പിന്നെ ഈ ബയോഫീലിയ. ഇപ്പൊ അങ്ങനത്തെ ഗാന്ധിമാരില്ല, അതാണ് കുഴപ്പം. പക്ഷെ നമ്മള് പിന്നെ ഇയോ വിൽസനും എറിച്ച് ഫ്രമും പറഞ്ഞാലേ നമുക്ക് ഒരു ഉറപ്പാകുള്ളൂ. റോയ് സാറേ, എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. പ്രകൃതിയിലേക്ക് അടുക്കാനുള്ള ഒരു ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും ഒക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും പ്രാക്ടിക്കലാക്കാൻ വലിയ ബുദ്ധിമുട്ടുകളാണ്. സാമ്പത്തികമായി നേടാവുന്ന എല്ലാ കാര്യങ്ങളും പ്രകൃതി വിഭവങ്ങളും മാർക്കറ്റിൽ കിട്ടും. പിന്നെ എന്തിനാ പ്രകൃതിയായിട്ടായിരിക്കുന്നതെന്നാണ്. എനിക്കും നമുക്കൊന്ന് ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് പ്രകൃതിയിൽ. നമ്മൾ ബുദ്ധിമുട്ടി ഇരിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു പ്രകൃതിയിലൂടെ ഒരു പിക്നിക്കോ ഒക്കെ പോകുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സുഖം, അത് തന്നെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെൻ്റാണ്. ഇതൊന്നും ഫീൽ ചെയ്യാതെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ല ഇത്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. പൊതുവെ അങ്ങനെ നഷ്ടം വന്നുകൊണ്ടിരിക്കുക പ്രകൃതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഇന്നത്തെ കുട്ടിയോട് പാൽ എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ ബൂത്തിൽ നിന്ന് കിട്ടുമെന്ന് പറയും. അങ്ങനെ ആയിപ്പോയി. അല്ലാണ്ട് പാല് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അറിയേണ്ട ആവശ്യമില്ല, പാൽ കുടിച്ചാൽ മതിയില്ല വേറെ തന്നെ. അതാണ് പ്രകൃതിയായിട്ട് നമ്മൾ അകന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. എനിവേ, ഒരു ദിവസം അല്പമെങ്കിലും ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിന് വളരെയധികം അഭിനന്ദനങ്ങൾ. ഓക്കെ, അപ്പൊ താങ്ക് യു മാം. മനസ്സൊക്കെ മാം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോളൂ. സർ, പിന്നെ ഇടയ്ക്ക് വെച്ച് അത് ഭയങ്കര സ്റ്റക്കായി പോയത്, സോറി. ഞാനത് മനസ്സിലാക്കിയില്ല, കേൾക്കുന്നില്ല എന്നുള്ള വിവരം. ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ജസ്റ്റ് ഒരു മിനിറ്റ് 2 മിനിറ്റ് കേൾക്കാതിരുന്നുള്ളൂ, അതുവരെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പോയത്. ഇല്ല, ഒന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പക്ഷേ ഈ പറഞ്ഞ അതിൻ്റെ പുതിയ ഫ്രെയിമിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് വെരി നൈസ് ടോപ്പിക്. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. അതുപോലെ മനോജിനും പ്രത്യേകം നന്ദി. എന്നെ ഒന്ന് വിളിക്കണം അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സർ.